Hi dear students, welcome back to Jamshir classes. I am your faculty for accounting, Jamshir. So നമ്മൾ ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അക്കൗണ്ടിങ് ഫോർ ഇഷ്യൂ ഷെയർസ്. നമ്മൾ ഷെയർസിന്റെ കുറച്ച് തിയറീസ് പറഞ്ഞു. മൊഡ്യൂൾ 1ന്റെ കുറച്ച് ഇൻട്രൊഡക്ഷനും തിയറീസും കുറച്ച് ഡിസ്കസ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഷെയർസിന്റെ ജേർണൽ എൻട്രീസ് ആണ്. സോ ഇവിടെ മുതൽ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ജേർണൽ എൻട്രീസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? നല്ല ഉഷാറോടുകൂടി ബുക്കും പേപ്പറൊക്കെ എടുത്ത് റെഡി ആയിട്ട് എന്ത് ചെയ്യുക, നിൽക്കുക. കാരണം ജേർണൽ എൻട്രി നമ്മളോട് സ്റ്റാർട്ട് ചെയ്യണം. മറ്റേ നിങ്ങൾക്ക് ജസ്റ്റ് തിയറി അല്ലെങ്കിൽ നോട്ട്സ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം നോട്ട് ചെയ്താൽ മതിയാവും. പക്ഷെ ഇവിടെ അതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജേർണൽ എൻട്രീസും കാര്യങ്ങളും നമ്മൾ നോട്ട് ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഡെബിറ്റ് ക്രെഡിറ്റ് വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് നോട്ട് ചെയ്ത് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി വരുന്ന ജേർണൽ എൻട്രീസ് കണക്ട് ചെയ്യാനും ബാക്കിയുള്ള ജേർണൽ എൻട്രീസ് പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് എഴുതാനും പറ്റത്തുള്ളൂ. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. അക്കൗണ്ടിങ് ഫോർ ഇഷ്യൂ ഓഫ് ഷെയർസ്. ഓക്കെ, ഡൺ. ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ ആൻഡ് പ്രീമിയം. ഷെയർസ് ക്യാൻ ബി ഇഷ്യൂഡ് ഇൻ 3 പ്രൈസസ്. ഇത് പറയുന്നതിന് മുമ്പ് ഇവിടെ പറയാം. 1 ഇഷ്യൂ അറ്റ് പാർ, 2 ഇഷ്യൂ അറ്റ് പ്രീമിയം, 3 ഇഷ്യൂ അറ്റ് ഡിസ്കൗണ്ട്. ഓൾറെഡി നിങ്ങൾ ക്ലാസ് കേട്ടതാണ് അല്ലെങ്കിൽ ഇതിന്റെ കൺസെപ്റ്റ് അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. കാരണം നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന 3 പ്രൈസസ് ആണ്. അതിൽ ഇഷ്യൂ അറ്റ് പാർ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഫേസ് വാല്യൂ ഓർമ്മില്ലേ, ഓർ നോമിനൽ വാല്യൂ, അതന്നെയാണ് എന്ത്, പാർ. സോ പാർ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്നതിന്റെ മീനിങ് ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഷെയറിന്റെ 1 ഷെയർ പ്രൈസ്, അതിന് പറയുന്ന പേരാണ് ഫേസ് വാല്യൂ, നോമിനൽ വാല്യൂ, പാർ വാല്യൂ. സോ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഷെയറിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എന്തെന്നെയാണ്, ഫേസ് വാല്യൂ ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ₹10 ഫോർ ഷെയർ. അങ്ങനെയാണെങ്കിൽ ഒരു ഷെയർ പർച്ചേസ് ചെയ്യാൻ ഒരാളുടെ എമൗണ്ട് അല്ലെങ്കിൽ എത്രയായിരിക്കും റിക്വയർമെന്റ്, ഒരു ₹10. ഇതായിരിക്കും ഇഷ്യൂ പ്രൈസ്. ഇനി ഈ ₹10 ഇഷ്യൂ പ്രൈസ് ഞാൻ ഇഷ്യൂ ചെയ്യുന്നത് ₹15 ആണ് എന്ന് വിചാരിക്കാം. ഫേസ് വാല്യൂ എത്ര, 10. ഞാൻ ഇഷ്യൂ ചെയ്യുന്നത് 15. ₹5 എക്സ്ട്രാ ഞാൻ വാങ്ങുന്നുണ്ട്. ഈ എക്സ്ട്രാ വാങ്ങുന്ന സിറ്റുവേഷൻ പറയുന്ന പേരാണെന്ത്, ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. അതാണ് സെക്കൻഡ് മെത്തേഡ്. സോ ഫേസ് വാല്യൂ നമ്മൾ എത്രയാണ് എമൗണ്ട്, ആ എമൗണ്ടിനാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഇഷ്യൂഡ് അറ്റ് പാർ അല്ലെങ്കിൽ ഇഷ്യൂഡ് അറ്റ് ഫേസ് വാല്യൂ, ഇഷ്യൂഡ് ഫോർ നോമിനൽ വാല്യൂ. 2 നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് ഫേസ് വാല്യൂവിനേക്കാളും കൂടുതൽ എമൗണ്ട് ആണെങ്കിൽ അതിന് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം എന്ന് പറയും. 3 ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. എന്തായിരിക്കും, സ്വാഭാവികമായിട്ടും ₹10 താഴെ ₹7 പെർ ഷെയർ ആയിട്ട് ഞാൻ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. ഈ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ടിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കത് പിന്നീട് പറയാം. എനിവേ നമുക്ക് 3 രീതിയിൽ എന്ത് ചെയ്യാം, ഷെയർസ് ഇഷ്യൂ ചെയ്യാം. സോ നമ്മൾ ഇഷ്യൂ ചെയ്യും. ഇഷ്യൂ ചെയ്ത ഷെയർസ് ആര് സബ്സ്ക്രൈബ് ചെയ്യും, പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യും. പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ കോൾ ചെയ്യും. കോൾ ചെയ്തിട്ട് എന്ത് കിട്ടും, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കിട്ടും. ഇതാണ് പ്രോസസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു. ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഉണ്ടായിരുന്നു, പിന്നെ ഇഷ്യൂഡ് ക്യാപിറ്റൽ ഉണ്ടാവും. ഇഷ്യൂഡ് ക്യാപിറ്റലിൽ നിന്നും നമുക്ക് വരുന്ന പാർട്ട് ഓഫ് എമൗണ്ട് ആണ് എന്ത്, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. സബ്സ്ക്രൈബ്ഡ് നിന്ന് നമ്മൾ കോൾഡ് അപ്പ് ക്യാപിറ്റൽ, കോൾഡ് അപ്പിൽ നിന്നും പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, പിന്നെ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്നിട്ട് വേറെ സെപ്പറേറ്റ് പോയിന്റ്. ഓക്കെ അല്ലേ? സോ ഇത്രയും രജിസ്റ്റേർഡ് ക്യാപിറ്റൽ, റിസർവ് ക്യാപിറ്റലോ എന്തായിരുന്നു ലാസ്റ്റത്തെ, ഞാൻ പോലും മറന്നു. റിസർവ്ഡ് ക്യാപിറ്റൽ, രജിസ്റ്റേർഡ് ക്യാപിറ്റൽ അല്ല. രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്, ഓതറൈസ്ഡ് ക്യാപിറ്റലിൽ വേറൊരു പേരാണ് കേട്ടോ. അപ്പൊ 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്യൂ ചെയ്യാം. സോ ഈ 3 രീതിയിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ വരുന്ന ജേർണൽ എൻട്രീസ് ഡിഫറൻസ് ആയിരിക്കും. സോ ആ ജേർണൽ എൻട്രീസ് എന്താണെന്നാണ് നമുക്ക് ഇവിടെ പോകുന്നത്. ഒന്നാമത് നമുക്ക് നോക്കാം. നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് പാർ വാല്യൂലാണ്. പാർ വാല്യൂ എന്ന് വെച്ചാൽ ഫേസ് വാല്യൂ. എത്രയാണ് നമ്മൾ ഈ ഒരു ഷെയറിന്റെ വാല്യൂ, ആ വാല്യൂവിൽ തന്നെ ഫേസ് വാല്യൂവിലല്ലേ നമ്മൾ ഷെയർസും ഇഷ്യൂ ചെയ്യണം. അപ്പോൾ വരുന്ന ജേർണൽ എൻട്രി നമുക്ക് ഷെയർസ് ക്യാൻ ബി ഇഷ്യൂഡ് അറ്റ് ഇൻ ലംസം ഓർ ഇൻ ഇൻസ്റ്റാൾമെന്റ്. അത് നമ്മൾ മോള് പറഞ്ഞായിരുന്നു, ഓർമ്മയില്ലേ? ഇവിടെ നമ്മൾ പറഞ്ഞിട്ടായിരുന്നു ഒരു ഫിക്സ്ഡ് പ്രൈസിനാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ നമ്മളെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും എങ്ങനെ തന്നെയാണ്, ഫിക്സ്ഡ് പ്രൈസ് മെത്തേഡാണ്, ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് അല്ല. ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ബിഡ് ചെയ്തിട്ട് ഒരു 2 എമൗണ്ടിന്റെ ഇടയിൽ വരുന്ന ഒരു എമൗണ്ട് ചൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഫിക്സ്ഡ് പ്രൈസ് മെത്തേഡിൽ തന്നെയാണ് നമ്മളെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുന്നത്. സോ അതിൽ നമുക്ക് 2 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ലംസം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രൈസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് നിന്ന് വാങ്ങാം.
അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വാങ്ങാം. ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വാങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റാൾമെന്റ്, ആദ്യം 2 രൂപ, പിന്നെ 3 അല്ലെങ്കിൽ 2 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ചിലപ്പം പൈസ വാങ്ങും. ഈ എമൗണ്ട് എന്ന് പറയുന്നത് എന്താ, പെർ ഷെയറിന്റെ വാല്യൂ ആണ്. ഓക്കെ, എനിവേ, സോ നമ്മൾ ലംസം ആയിട്ടാണ് വാങ്ങുന്നത് എങ്കിൽ ആ ലംസം ആയിട്ട് വാങ്ങുന്നതിന്റെ സമയത്ത് ഉണ്ടാവുന്ന ജേണൽ എൻട്രീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ജേണൽ എൻട്രി, നമ്മൾ ജേണൽ എൻട്രി ഇഷ്യൂ ചെയ്യുമ്പോൾ ഒരിക്കലും ജേണൽ എൻട്രി സ്റ്റാർട്ട് ചെയ്യില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഷെയർസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആദ്യം ഓതറൈസ്ഡ് ചെയ്യും. ഓതറൈസ്ഡ് എന്ന് വെച്ചാൽ എന്താ, മാക്സിമം എമൗണ്ട് എത്രയാണെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അതാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. സോ നമ്മൾ ആദ്യം ഓതറൈസ്ഡ് ക്യാപിറ്റൽ ചെയ്തു. ഈ ഓതറൈസ്ഡ് ക്യാപിറ്റൽ പിന്നീട് എന്ത് ചെയ്യും, ഇഷ്യൂ ചെയ്യും. ഇഷ്യൂ ചെയ്തത് എന്ത് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്തത് എന്ത് ചെയ്യും, കോൾ ചെയ്യും. കോൾ ചെയ്തത് എന്ത് ചെയ്യും, പെയ്ഡ് ചെയ്യും. തൽക്കാലം കോൾസിന് അരിയേഷൻ, കോൾസിന് അഡ്വാൻസ് അടക്കട്ടെ. സോ ഇതാണല്ലോ പ്രൊസീജിയേഴ്സ്. ആദ്യം നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്രയാണെന്ന് പറയും, 10 ലക്ഷം രൂപ. ഈ 10 ലക്ഷം രൂപയിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 8 lakh rupees മാത്രമേ ഇഷ്യൂ ചെയ്യുള്ളൂ. ഇഷ്യൂ ചെയ്യാന്ന് വെച്ചാൽ എന്താ, പബ്ലിക്കിന് അത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ചിലപ്പോൾ 7,50,000 എന്ന് വിചാരിക്കാം. നമ്പർ ഓഫ് ഷെയർസ് ആണ് ഇത് മൊത്തം. പിന്നെ നമ്മൾ ഈ 7,50,000 നമ്മൾ കോൾ ചെയ്യുന്നത് ഒരു 5 രൂപയാണെന്ന് വിചാരിക്കുക. സോ 5 രൂപ ഇൻറ്റു 7,50,000 നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ കോൾ ചെയ്തു. പിന്നെ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കോൾഡ് അപ്പ് വാല്യൂ എന്ന് പറയുന്നത് 5 into 7,50,000 നമ്പർ ഓഫ് ഷെയർസ്. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന എമൗണ്ട്. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് നോർമലി ഉണ്ടാവുന്ന പ്രൊസീജിയേഴ്സ്. സോ ഇവിടെ ജേണൽ എൻട്രി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണോ, ഓതറൈസ്ഡ് ക്യാപിറ്റൽ അല്ല. ഓതറൈസ്ഡ് ക്യാപിറ്റൽ അടുത്തല്ല ജേണൽ എൻട്രി സ്റ്റാർട്ട് ചെയ്യാം. 2 ഇഷ്യൂഡ് സമയത്ത് അല്ല. മൂന്നാമത് ഈ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിന്റെ സമയത്ത് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സിറ്റുവേഷനിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, ജേണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഓതറൈസ്ഡ് ക്യാപിറ്റൽ 10 ലക്ഷം രൂപയാണ് എന്ന് നമ്മൾ ഫിക്സ് ചെയ്താൽ നമുക്ക് 10 ലക്ഷം രൂപ വരണം എന്നുണ്ടോ? ഇല്ല. ഈ വരണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇഷ്യൂ ചെയ്യണം. ഇനി ഇഷ്യൂ ചെയ്തു 8 ലക്ഷം രൂപ. 8 ലക്ഷം രൂപ നമ്മൾ ഇഷ്യൂ ചെയ്തു എന്ന് വിചാരിച്ചാൽ നമുക്ക് ആ പൈസ ഇപ്പൊ കിട്ടുമോ? ഇല്ല. എപ്പോൾ മാത്രമേ കിട്ടുള്ളൂ, അത് ഇഷ്യൂ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. സോ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്കറിയാം, ഓക്കെ 7,50,000 നമ്പർ ഓഫ് ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അത്രയും എമൗണ്ട് നമുക്ക് റൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി എത്ര റൈസ് ചെയ്യണം അത് കമ്പനി തീരുമാനിക്കും. ഞാൻ കോൾ ചെയ്യുന്നത് 5 രൂപയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 5 രൂപ നമുക്ക് തരണം. പിന്നെ രണ്ടാമത് അത് പേയ്മെന്റ് എത്രയാണോ ചെയ്യുന്നത് ആ പേയ്മെന്റ്. ഓക്കെ അല്ലേ? ഇതായിരുന്നു പ്രൊസീജിയേഴ്സ്. സോ നമ്മൾ സബ്സ്ക്രൈബ് മുതൽ നമ്മൾ എന്ത് ചെയ്യും, ജേണൽ എൻട്രി സ്റ്റാർട്ട് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നമ്മൾ പറഞ്ഞായിരുന്നു അപ്ലിക്കേഷൻ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു പാർട്ട് ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ ഫോർ വിച്ച് അപ്ലിക്കേഷൻസ് ആർ റിസീവ്ഡ്. സോ അപ്ലിക്കേഷൻസ് റിസീവ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. കമ്പനിക്ക് അപ്ലിക്കേഷൻ കിട്ടണമെന്ന്, എനിക്ക് ഷെയർസ് വേണം എന്നുള്ളത്, ആ സമയത്ത് വരുന്ന ജേണൽ എൻട്രി. സോ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ചുമ്മാ ഒരു അപ്ലിക്കേഷൻ കോൾ ചെയ്തിട്ടെന്നല്ല പറയാം, എനിക്ക് ഇത്ര നമ്പർ ഓഫ് ഷെയർസ് അങ്ങനെയല്ല പറയാം. ബാങ്കിലേക്ക് എന്ത് ചെയ്യും, അപ്ലിക്കേഷൻ മണി ഇടും. അതായത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന കമ്പനിക്ക് അവരുടെ ബാങ്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, പൈസ കൊടുക്കും. സോ നമ്മൾ ആരുടെ അക്കൗണ്ടിങ് ചെയ്യുന്നത്, കമ്പനിയുടെ അക്കൗണ്ടിങ്. സോ കമ്പനിയുടെ അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് കൂടി കമ്പനിയുടെ ബാങ്ക്. സോ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട്. നമുക്ക് വന്നിട്ടുള്ള ഈ ഒരു എമൗണ്ട് എന്തിന് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, അപ്ലിക്കേഷൻ മണിയാണ്. നമുക്കൊരു ലാബിലിറ്റി അല്ലേ, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് നമുക്ക് വേണ്ടിയിട്ട് ഇഷ്യൂ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഷെയർ അപ്ലിക്കേഷൻ ആയിട്ടാണ്. അത് നമുക്കൊരു ലാബിലിറ്റി ആണ്. നമ്മൾ എന്ത് ചെയ്യണം, പിന്നീട് അത് ഷെയർ ക്യാപിറ്റൽ ആയിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്, എന്ത് വേണമെങ്കിൽ നമുക്ക് ഷെയർ ക്യാപിറ്റൽ കൊടുക്കാം, അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് റീഫണ്ട് ചെയ്യാം. 2 ഓപ്ഷനാണുള്ളത്. ഫോർ എക്സാമ്പിൾ നമ്മൾ 8 lakh rupees ആണ് നമ്മൾ ഇഷ്യൂ ചെയ്തെന്ന് വിചാരിക്കുക. ഈ 8 lakh rupees നമ്മൾ ഇഷ്യൂ ചെയ്തു, 9 lakh rupees കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 9 lakh rupees നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ ഉണ്ടാവോ? ഇല്ല. നമ്മൾ എത്രയാണോ ഇഷ്യൂ ചെയ്യുന്നത് ആ ഇഷ്യൂ ചെയ്തത് മാത്രമേ മാക്സിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സബ്സ്ക്രിപ്ഷന് വേണ്ടി കൊടുക്കാനും വേണ്ടി പറ്റത്തുള്ളൂ. അതാണ് ഇവിടെ റീഫണ്ടിന്റെ കേസ് പറഞ്ഞത്. സോ റീഫണ്ട് വരും എപ്പോ നമ്മൾ കംപ്ലീറ്റ് എമൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അലോട്ട് ചെയ്യുന്നില്ലെങ്കിൽ. അതാണ് അതിന്റെ ടേം. ഓക്കെ. സോ അപ്ലിക്കേഷൻ എമൗണ്ട് കിട്ടുന്ന സമയത്തുള്ള ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഷെയർ അപ്ലിക്കേഷൻ. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാനുള്ള റീസൺ അവരുടെ ബാങ്കിന്റെ കമ്പനിയുടെ ബാങ്കിന്റെ എമൗണ്ട് കൂടി. സോ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു, അസറ്റ് കൂടിയതുകൊണ്ട് ഡെബിറ്റ് ചെയ്തു. 2 ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട്. ഷെയർ അപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ലാബിലിറ്റി ആണ്. ഷെയർ അപ്ലിക്കേഷൻ ആയിട്ട് എനിക്ക് എന്ത് വന്നു, ഒരു എമൗണ്ട് കിട്ടിയായിരുന്നു, അത് പിന്നീട് ഞാൻ എന്ത് ചെയ്യണം, ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റണം. ഓക്കെ, ഡൺ. ഫോർ എക്സസ് ഷെയർ അപ്ലിക്കേഷൻ മണി റീഫണ്ടഡ്. നമ്മൾ പറഞ്ഞത് 8 ലക്ഷം രൂപ തരാനാണ്, ഇവിടെ തന്നത് എത്ര, 9 ലക്ഷം. ഇനി ബാക്കി 1 ലക്ഷം രൂപ എന്ത് ചെയ്യണം, എക്സസ് എമൗണ്ട് ആണോ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അതെന്ത് ചെയ്യാം, തിരിച്ചു കൊടുക്കുക. സോ 9 lakh rupees ഉണ്ടായിരുന്നു, നമുക്ക് 8 lakh എമൗണ്ട് 1 lakh rupees തിരിച്ചു കൊടുക്കുന്നു.
1 lakh തിരിച്ചു കൊടുക്കുമ്പോഴുള്ള ജേണൽ എൻട്രി എന്താ? നേരെ റിവേഴ്സ്. ബാങ്കിൽ നിന്ന് 1 lakh rupees കുറയും. സോ 1 lakh rupees എന്ത് ചെയ്യും? ബാങ്കിന് ക്രെഡിറ്റ് ചെയ്യും. ഷെയർ അപ്ലിക്കേഷൻ മണിയായിട്ട് നമ്മൾ ഒരു ലാബിലിറ്റി ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. 9 lakh rupees ലാബിലിറ്റി ഉണ്ട് എന്തിന്? ഷെയർ ക്യാപിറ്റലായിട്ട് കൊടുക്കാൻ. നമ്മളടുത്ത് അത്രയും നമ്പർ ഓഫ് ഷെയർസ് ഉണ്ടോ? ഇല്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു? ആ ലാബിലിറ്റി നമ്മൾ കുറച്ചിട്ട് കാണിക്കുന്നു. 1 lakh rupees ഡെബിറ്റ് ചെയ്തു. ഡൺ. നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് എന്താ? സോ നമുക്ക് ഇവിടെ 9 lakh rupees കിട്ടി. 1 lakh rupees നമ്മൾ തിരിച്ചു കൊടുത്തു. ബാക്കി എത്ര ബാലൻസ് ഉള്ളു ഇവിടെ? 8 lakh. ഈ 8 lakh rupees എന്തിനാ അവിടെ വെച്ച്? ഷെയർ അപ്ലിക്കേഷൻ മണിയായിട്ട് ആ അക്കൗണ്ടിൽ വെക്കാനാണോ? നോ. നമ്മൾ എന്ത് ചെയ്യും? ഈ ഷെയർ അപ്ലിക്കേഷൻ മണിയായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്യാപിറ്റലിന് വേണ്ടിയിട്ടാണ്. സോ നമ്മൾ എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നോർമലി ഒരു ബിസിനസിന്റെ ക്യാപിറ്റൽ കൂടുമ്പോൾ ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ? ക്രെഡിറ്റ്. സോ നമ്മുടെ ക്യാപിറ്റൽ എമൗണ്ട് കൂടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യണം ടു ഷെയർ ക്യാപിറ്റൽ. എത്ര എമൗണ്ട്? 8 lakh rupees. പിന്നെ ഡെബിറ്റ് ചെയ്യൽ ഏതൊക്കെ കൊണ്ടാണ്? യെസ്, ഷെയർ അപ്ലിക്കേഷൻ. എന്തുകൊണ്ട് ഷെയർ അപ്ലിക്കേഷൻ ഡെബിറ്റ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ ഷെയർ അപ്ലിക്കേഷൻ ആയിട്ട് ഒരു ലാബിലിറ്റി 9 lakh rupees കിട്ടിയെന്ന് പറഞ്ഞു. അതിൽ നിന്ന് നമ്മുടെ കയ്യിൽ മൊത്തം കൊടുക്കാൻ ക്യാഷ് അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റലായിട്ട് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഷെയർ ക്യാപിറ്റൽ ഇല്ലാത്തതുകൊണ്ട് 1 lakh rupees റിട്ടേൺ ചെയ്തു. ബാക്കി 8 lakh rupees ഷെയർ ആപ്ലിക്കേഷൻ കൊണ്ട് നമ്മൾ ഒരു ലാബിലിറ്റി ഉണ്ടായിരുന്നു. ആ ലാബിലിറ്റി നമ്മൾ ഇല്ലാണ്ടാക്കുകയാണ്. കാരണം ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ആയിട്ട് പോവാണ്. സോ ഷെയർ ക്യാപിറ്റൽ ആയിട്ട് പോകുന്ന സമയത്ത് എന്തോ ഷെയർ അപ്ലിക്കേഷൻ എമൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു ടു ഷെയർ ക്യാപിറ്റൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. സിമ്പിൾ ഹമ്പിൾ ജേണൽ എൻട്രി. 3 ജേണൽ എൻട്രി മാത്രം. എപ്പം? ലംസം പേയ്മെന്റ് ആണെങ്കിൽ. ഓക്കെ അല്ലേ? ഓക്കെ, ഡൺ. നമുക്ക് ഇതിന് ചെറിയ ക്വസ്റ്റ്യൻ. അതിനു മുന്നേ നിങ്ങളുടെ പേജ് നമ്പർ 10 ഈ 10 കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 10 നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ ഒരു റിപ്പോർട്ടിംഗ് ഉണ്ട്. റിപ്പോർട്ടിംഗ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ഇൻ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പോർഷൻ ഉണ്ടാവും. ഈ ഒരു പോർഷൻ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എടുക്കേണ്ട ആവശ്യമില്ല. ഇതവിടെ മാർക്ക് ചെയ്ത് വെച്ചോ. ഓക്കെ, ഇതിവിടെ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാം, എടുക്കണം കേട്ടോ. ഓക്കെ, ഡൺ. പിന്നെ നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊക്കെ നമ്മൾ ഇന്നലെ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കേട്ടോ. അതേ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വരുന്നത്. എന്താ ഫിക്സ്ഡ് പ്രൈസ് മെത്തേഡ്, സ്റ്റേജസ്. ഓക്കെ, ഇൻസ്റ്റാൾമെന്റ് സ്റ്റേജസ് എടുക്കട്ടെ. ജേണൽ എൻട്രി. AK Limited made an issue of 10 lakh equity shares of 10 each. AK Limited എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ആ കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് 10 lakh നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ്. എത്ര രൂപക്ക്? 10 രൂപ വെച്ചിട്ട്. ഓക്കെ, പേയബിൾ ഫുള്ളി ഓൺ അപ്ലിക്കേഷൻ. അപ്ലിക്കേഷൻ തരുന്ന സമയത്ത് തന്നെ, അതായത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? ഫുൾ നമ്പർ ഓഫ് എമൗണ്ട് അല്ലെങ്കിൽ ഫുൾ എമൗണ്ട് ഷാൽ ബി പേയബിൾ. ഫുൾ എമൗണ്ട് എന്ന് പറയുന്നത് എത്ര? 10 രൂപ. സോ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് എത്ര എമൗണ്ടിനാ? 10 രൂപക്ക്. എത്ര നമ്പർ ഓഫ് ഷെയർസ്? 10 lakh നമ്പർ ഓഫ് ഷെയർസ്. എങ്ങനെയാണ് പേയബിൾ ആയിട്ടുള്ളത്? ലംസം ആണോ ഇൻസ്റ്റാൾമെന്റ് ആണോ? കുറച്ചായിട്ടാണോ നമ്മൾ വാങ്ങുന്നത്? അല്ല, ഫുൾ എമൗണ്ട് നമ്മൾ അപ്ലിക്കേഷൻ മണിയിൽ കൂടെ തന്നെ വാങ്ങുന്നത്. അതായത് ലംസം എമൗണ്ട് ആയിട്ട് അപ്ലിക്കേഷൻ മണി ചെയ്ത സമയത്ത് 10 രൂപ ഫേസ് വാല്യൂല്, അതായത് ഇഷ്യൂഡ് അറ്റ് പാറിലാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. കേട്ടാൻ. സബ്സ്ക്രിപ്ഷൻസ് വേർ റിസീവ്ഡ് ഫോർ 12 lakh നമ്പർ ഓഫ് ഷെയർസ്. 10 ലക്ഷമാണ് നമ്മുടെ ലിമിറ്റ്. പക്ഷെ കിട്ടിയ എമൗണ്ട് എത്രയാ? കിട്ടിയ നമ്പർ ഓഫ് ഷെയർസ് എത്രയാ? 12 lakh. ഓക്കെ, application money in respect of 2 lakh rupees shares was refunded and shares were duly allotted to the trust. So 12 lakh number of shares കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ 2 ലക്ഷം നമ്പർ ഓഫ് ഷെയർസിന്റെ എമൗണ്ട് നമ്മൾ റീഫണ്ട് ചെയ്യുകയും ബാക്കി നമ്പർ ഓഫ് ഷെയർസിന് നമ്മൾ ഷെയർസ് അലോട്ട് ചെയ്തു. പാസ് ജേണൽ എൻട്രീസ് ടു ഗിവ് ദ എഫക്ട് ഓഫ് ദീസ് ട്രാൻസാക്ഷൻസ്. ഓക്കെ അല്ലേ? ജേണൽ എൻട്രീസ് ചെയ്താലോ. ഒന്നാമത്തെ ജേണൽ എൻട്രി എന്താ? ബാങ്കിലേക്ക് എമൗണ്ട് കിട്ടും. ഏത് എമൗണ്ട്? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ്. എത്ര രൂപ കിട്ടുന്നേ? 12 ലക്ഷം അപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. 10 ലക്ഷം ആണോ? 10 ലക്ഷം ആയിരുന്നു ഇഷ്യൂ ചെയ്തത്. പക്ഷെ നമുക്ക് കിട്ടിയ എമൗണ്ട് എത്രയാ? 12 ലക്ഷം നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു 10 രൂപ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് തന്നെ ആപ്ലിക്കേഷൻ സമയത്ത് തന്നെ പേയ്മെന്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര എമൗണ്ട് വരും? 1 crore 20 lakh അല്ലേ? 1 crore 20 lakh. 1 crore 20 lakh rupees ആയിരിക്കും നമുക്ക് കിട്ടുന്ന എമൗണ്ട്. അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡൺ. നെക്സ്റ്റ്
നമ്മുടെ ഇത്രയും എമൗണ്ട് ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് 1 crore 20 lakh rupees കിട്ടി. അതിൽ 2 lakh നമ്പർ ഓഫ് ഷെയർസിന്റെ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? റീഫണ്ട് ചെയ്യണം. സോ ജേർണൽ എൻട്രി ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റഡ് 2 lakh നമ്പർ ഓഫ് ഷെയർസിന്റെ ആണ് നമ്മൾ റീഫണ്ട് ചെയ്യുന്നത്. ഇൻറ്റു 10 എത്ര വരും? 20 lakh ഇൻറ്റു 2 ബാങ്ക് അക്കൗണ്ട്. സോ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും 20 lakh rupees കുറഞ്ഞു. ഡൺ. മൂന്നാമത്തെ ജേർണൽ എൻട്രി എന്താ? ഇത്രയും ബാക്കി നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ എന്ത് ചെയ്യുന്നു? അലോട്ട് ചെയ്യുന്നു എന്ന് പറയും. സോ അലോട്ട് ചെയ്യാണ് ഷെയർസ് ആയിട്ട്. സോ ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റഡ് എത്ര രൂപ? 1 crore rupees to equity share capital account. സോ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ചെയ്തു. ഇതാണ് ജേർണൽ എൻട്രി. ഓക്കെ അല്ലേ? നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ നോക്കാം. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് എത്ര? 1 crore 20 lakh. ഇവിടെ എന്ത് ചെയ്തു? 3 ഡിജിറ്റ് മുകളിൽ കോമ വെച്ച് ചെയ്തേ ഉള്ളൂ, കുഴപ്പമില്ല. രണ്ടാമത് ഷെയർ അപ്ലിക്കേഷൻ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. എപ്പോഴും ഇവിടെ ഷെയർ അപ്ലിക്കേഷൻ ഷെയർ എന്ന് കൊടുക്കുന്നതിന് പകരം ഇക്വിറ്റി ഷെയർ ആണെങ്കിൽ ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അതായിരിക്കും കറക്റ്റ് പ്രോപ്പർ അക്കൗണ്ടിന്റെ പേര്. ഇക്വിറ്റി ഷെയർ ആണെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് തന്നെ പറഞ്ഞിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ അപ്ലിക്കേഷൻ, പ്രിഫറൻസ് ഷെയർ അലോട്ട്മെന്റ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തന്നെ എന്ത് ചെയ്യണം? പേര് കൊടുക്കണം. എനിവേ റീഫണ്ട് എമൗണ്ട് ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഷെയർ അപ്ലിക്കേഷൻ എമൗണ്ട് നമ്മൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും മാറ്റി. വെരി 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 സിമ്പിൾ ക്വസ്റ്റ്യൻ. ഡൺ. നെക്സ്റ്റ് ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടി വരുന്നത് വിചാരിക്കാം. ഈ ഒരു സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആണെങ്കിലോ? ഇതേ ക്വസ്റ്റ്യൻ വേറൊരു വ്യത്യാസമില്ല. ആകെ വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ ഈ 10 രൂപ എന്നുള്ളതിന് പകരം 15 രൂപക്കാണ് എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നത് വിചാരിക്കാം. സോ ഇഷ്യൂ പ്രൈസ് ഇൻക്ലൂഡിംഗ് ₹5 പ്രീമിയം. സോ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് ₹5 പ്രീമിയം വെച്ചിട്ടാണ്. എനിക്ക് എങ്ങനെയാണ് ₹5 ആണ് പ്രീമിയം എന്ന് മനസ്സിലായേ? ₹10 ആണെന്ത്? ഫേസ് വാല്യൂ. സോ 10 രൂപ ഫേസ് വാല്യൂ ഉള്ള സിറ്റുവേഷനിൽ 15 രൂപക്ക് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ 5 രൂപ എന്ന് പറയുന്നത് എന്താണ്? പ്രീമിയം എമൗണ്ട് ആണ്. സോ പ്രീമിയം എമൗണ്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട അഡ്ജസ്റ്റ്മെന്റ് ഇതാണ്. ഇഫ് ദ ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ദെൻ കമ്പനി മേ ഇഷ്യൂ ഷെയർസ് ഓൺ പ്രീമിയം. ഓക്കെ, ഈ പ്രീമിയത്തിലാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വാല്യൂ ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് ഫേസ് വാല്യൂ. ഫേസ് വാല്യൂവിനേക്കാളും കൂടുതൽ എമൗണ്ടിന് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് എന്ത്? പ്രീമിയം. ഓക്കെ. The power to issue shares at premium need not be given in the articles of association. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വേണമെങ്കിൽ ട്രൂ ഓർ ഫോൾസ് ആയിട്ടൊക്കെ ചോദിച്ചേക്കാം. MCQസിൽ ചോദിച്ചേക്കാം. The power to issue shares at premium need not be given എന്ന് പറഞ്ഞേ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ കൊടുക്കണം എന്നില്ല. സോ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഷെയർസ് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാം. സോ വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. നെക്സ്റ്റ്, പ്രീമിയം സോ റിസീവ്ഡ് ഷാൾ ബി ക്രെഡിറ്റഡ് ടു എ സെപ്പറേറ്റ് അക്കൗണ്ട് കോൾഡ് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. സോ ബേസിക്കലി നമുക്ക് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് എന്ത് ചെയ്യാം? മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും. അതായത് പ്രീമിയം എമൗണ്ട് വാങ്ങുന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടും കൂടി എവിടെ വരും? നമ്മുടെ ജേർണൽ എൻട്രിയിൽ വരും. സോ ജേർണൽ എൻട്രി നമുക്ക് നോക്കാം. ഒന്നാമത്തെ ജേർണൽ എൻട്രി നമ്മൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സെയിം എക്സാമ്പിൾ തന്നെ, പക്ഷെ 10 രൂപ എന്ന് പറയുന്നതിന് പകരം 15 രൂപ വന്നു. സോ ഒന്നാമത് ജേർണൽ എൻട്രി നമ്മുടെ ബാങ്കിലേക്ക് എമൗണ്ട് കിട്ടുന്നു. സോ ബാങ്കിലേക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാ? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട്. എത്രയാണ് ഷെയർ അപ്ലിക്കേഷൻ ആയിട്ട് കിട്ടുന്നത്? 12 lakh നമ്പർ ഓഫ് ഷെയർസ്. 12 lakh നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു 10 ആണോ? അല്ല, 15 രൂപയാണ് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു അപ്ലിക്കേഷൻ ആയിട്ട് കിട്ടുക. ഫുൾ എമൗണ്ട് നമ്മൾ അപ്ലിക്കേഷന്റെ സമയത്ത് തന്നെയാണ് കൊടുക്കേണ്ടത് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് വരുന്ന ഈ ഒരു ജേർണൽ എൻട്രി അല്ലെങ്കിൽ ഈ ഒരു എമൗണ്ട് എത്രയായിരിക്കും? കാൽക്കുലേറ്റ് ചെയ്താൽ 12 lakh ഇൻറ്റു
15, 1 crore 80 lakh, 1 crore 80 lakh. സോ ഫസ്റ്റ് ജേണൽ എൻട്രി ഡൺ. രണ്ടാമത്തെ ജേണൽ എൻട്രി എന്താ? നമുക്ക് 12 ലക്ഷം നമ്പർ ഓഫ് ഷെയർസ് കിട്ടിയാലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണമെന്നില്ല, ഫുൾ എമൗണ്ടിന് നമുക്ക് ഷെയർസ് കൊടുക്കാൻ വേണ്ടി പറ്റണമെന്നില്ല, നമ്മൾ റീഫണ്ട് ചെയ്യേണ്ടി വരും. സോ റീഫണ്ട് ചെയ്യുന്ന ജേണൽ എൻട്രി നേരെ റിവേഴ്സ്, എന്താ, ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. എത്ര എമൗണ്ട് ആണ് നമ്മൾ റീഫണ്ട് ചെയ്യുന്നത്? 2 lakh നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ₹15. 15 രൂപയല്ലേ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ തിരിച്ചു കൊടുക്കുമ്പോഴും എന്ത് ചെയ്യണം? 15 രൂപ തന്നെ തിരിച്ചു കൊടുക്കണം. സോ 2 lakh ഇൻറ്റു 15, 30 lakh rupees നമ്മൾ കൊടുക്കണം. ഓക്കെ, ഡൺ. നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് എന്താ? നമ്മൾ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന അപ്ലിക്കേഷൻ മണി ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർസിനെ നമ്മൾ ക്യാപിറ്റലിലേക്ക് അലോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് നമ്മൾ അലോട്ട് ചെയ്യുന്നത്? 12 lakh കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ 12 lakhൽ 2 lakh നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ റീഫണ്ട് ചെയ്തു. ബാക്കി 10 lakh നമ്പർ ഓഫ് ഷെയർസിന്റെ എമൗണ്ട് ആണ് അലോട്ട് ചെയ്യുന്നത്. സോ അലോട്ട് ചെയ്യുന്ന എമൗണ്ടിൽ ജേണൽ എൻട്രി എന്താ? സിമ്പിൾ, സെയിം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, എന്താ, ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ. കാരണം ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു ലാബിലിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റഡ്. എത്ര എമൗണ്ട് ആണ് നമ്മൾ ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ എമൗണ്ടിന് ബാക്കിയുള്ളത്? 1 crore 80 lakh ഉണ്ടായിരുന്നു, അതിൽ 30 lakh rupees നമ്മൾ റീഫണ്ട് ചെയ്തു. ബാക്കി 1 crore 50 lakh rupees ഷെയർ അപ്ലിക്കേഷൻ എമൗണ്ടിലുണ്ട്, അത് നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. എത്ര എമൗണ്ടാ? 1 crore 50 lakh അല്ലേ? അല്ല, പിന്നെ ഇവിടെയാണ് നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്ന കൺസെപ്റ്റ്. എന്താ? നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയം എമൗണ്ടിലാണെങ്കിൽ ദ പ്രീമിയം എമൗണ്ട് ഷാൾ ബി ക്രെഡിറ്റഡ് ടു എ സെപ്പറേറ്റ് അക്കൗണ്ട് കോൾഡ് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. സോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലേക്ക് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? പ്രീമിയം എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ എമൗണ്ടിലേക്ക് ഏത് എമൗണ്ട് ആണ് പോവുക? ഫേസ് വാല്യൂ. സോ ഇവിടെ ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് അക്കൗണ്ട് വരും. ഇവിടെ നമ്മൾ എൻട്രി എത്ര എമൗണ്ട് ആയിരിക്കും? എത്ര റുപ്പീസ് ആയിരിക്കും? 10 lakh നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ₹10. ഇവിടത്തേക്കും പോകും 10 lakh നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ₹5 സെക്യൂരിറ്റി പ്രീമിയത്തിലേക്ക് പോകും. സോ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്ത് എത്ര വരും? ഒന്നാമത്തത് 1 crore. ഓക്കെ, രണ്ടാമത്തെ എമൗണ്ടോ? 10 lakh ഇൻറ്റു 5, 50 lakh. ഇതാണ് ജേണൽ എൻട്രി വെൻ ദ ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. ഡൺ, മതി. നെക്സ്റ്റ് ട്രീറ്റ്മെന്റ്. അതിനു മുമ്പ് ഒരു തിയറി പറയാനുണ്ട് സെക്യൂരിറ്റി പ്രീമിയമായിട്ട് ബന്ധപ്പെട്ടത്. സോ നമ്മൾ ഈ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് എപ്പോഴാണ് വരാം? ഷെയർസ് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ നമുക്ക് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് വരും. ഓക്കെ, ഡൺ. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിന്റെ ബാലൻസ് എന്ത് ബാലൻസ് ആയിരിക്കും? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആണല്ലോ, നമ്മൾ ക്രെഡിറ്റ് അല്ല ചെയ്തിട്ടുള്ളത്. സോ 50 lakh rupees നമ്മുടെ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ ഉണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പ്രകാരം. സോ 50 lakh rupees നമ്മുടെ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഉണ്ട്, അത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഇറ്റ്സ് സംതിങ് ലൈക്ക് വി ഹാവ് റിസീവ്ഡ് ദ എമൗണ്ട് ആൻഡ് സംതിങ് ലൈക്ക് എ പ്രോഫിറ്റ് ഓർ സംതിങ് ലൈക്ക് ഇറ്റ്സ് ആൻ എമൗണ്ട് ഓഫ് എ കമ്പനി. കമ്പനിയുടെ പൈസയാണ് സെക്യൂരിറ്റി പ്രീമിയം ആയിട്ട് എക്സ്ട്രാ കിട്ടിയ എമൗണ്ട്. അതൊരു ക്യാപിറ്റൽ ആണോ? അല്ല. പക്ഷെ സെക്യൂരിറ്റി പ്രീമിയം സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഫ്രീ റിസർവ് അല്ല, നമ്മളെ കയ്യിലുള്ള റിസർവ് എമൗണ്ട് പോലത്തെ ഒരു എമൗണ്ട് ആണെന്ത്? സെക്യൂരിറ്റി പ്രീമിയം. അത്രയല്ലേ? ഇനി ഈ സെക്യൂരിറ്റി പ്രീമിയം തോന്നിയതുപോലെ എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യാൻ പറ്റില്ല? യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ, സോ സെക്യൂരിറ്റി പ്രീമിയം ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഓൺലി ഫോർ ദ ഫോളോയിങ് purposes ആസ് പെർ സെക്ഷൻ 52. സോ സെക്ഷൻ 52 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 പറയുന്ന
ഈ 5 പേർപ്പസിന് വേണ്ടി മാത്രമേ എന്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതാണ് നെക്സ്റ്റ് കണ്ടീഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ നിങ്ങൾക്ക് ഈ ഒരു ലംസം ആയിട്ടുള്ള കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഒരു തിയറി പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റാൾമെന്റിലുള്ള ജേണൽ എൻട്രീസ് പോവാം. ഓക്കെ അല്ലേ? സോ ഒന്നാമത്തെ കാര്യം, ഈ സെക്യൂരിറ്റി പ്രീമിയം ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഓൺലി ടു ഇഷ്യൂ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ. തൽക്കാലം ഇവിടെ എന്താണ് പറയുന്നത് അതവിടെ മനസ്സിലാക്കി വെക്കാം. ഓക്കെ അല്ലേ? സോ സെക്യൂരിറ്റി പ്രീമിയം എമൗണ്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ഒന്നാമത്തെ കാര്യം എന്തിനു വേണ്ടിയിട്ടാണ്, ടു ഇഷ്യൂ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ. ഫുള്ളി പെയ്ഡ് ആയിട്ടുള്ള ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി മാത്രം മതി. 2, ഫോർ ദിസ് അക്കൗണ്ട് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ റൈറ്റിംഗ് ഓഫ് പ്രിലിമിനറി എക്സ്പെൻസസ് ഓഫ് ദ കമ്പനി. സോ കമ്പനി ഫോം ചെയ്ത് അതിന്റെ ലീഗൽ റെഗുലേഷൻസ്, ലീഗലും ആയിട്ടുള്ള ചാർജസ് ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ ബിഗിനിങ്ങിൽ വരുന്ന കുറച്ച് എക്സ്പെൻസസ് ഉണ്ടാവുമല്ലോ, ആ എക്സ്പെൻസസ് റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി സെക്യൂരിറ്റി പ്രീമിയം യൂട്ടിലൈസ് ചെയ്യാം. 2 ഡൺ. 3, ഫോർ റൈറ്റിംഗ് ഓഫ് എക്സ്പെൻസസ് ഓഫ് ദ കമ്മീഷൻസ് പെയ്ഡ്. കമ്മീഷൻ പേ ചെയ്തത് നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു അക്കൗണ്ട് യൂട്ടിലൈസ് ചെയ്യാം. ഓർ ഡിസ്കൗണ്ട് അലോഡ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഓഫ് ദ കമ്പനി. ഷെയർസോ ഡിബഞ്ചേഴ്സോ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന കമ്മീഷൻ, അതേപോലെ തന്നെ ഷെയർസോ ഡിബഞ്ചേഴ്സോ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്ന ഡിസ്കൗണ്ട് അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ഡിസ്കൗണ്ട്, ഈ 2 എക്സ്പെൻസസ് റൈറ്റ് ഓഫ് ചെയ്യാനും എന്ത് അക്കൗണ്ട് യൂട്ടിലൈസ് ചെയ്യാം, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് യൂട്ടിലൈസ് ചെയ്യാം. ഡൺ. 4, ഫോർ പ്രൊവൈഡിങ് പ്രീമിയം പേയബിൾ ഓൺ റിഡംഷൻ ഓഫ് എനി റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. നമ്മൾ ഓൾറെഡി റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് പറഞ്ഞായിരുന്നു. എന്താ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്? നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റുന്ന പ്രിഫറൻസ് ഷെയർസ്. അതേപോലെ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറീസ് ഓഫ് കടമുണ്ട്. സോ ആ ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രീമിയം പ്രിഫറൻസ് ഷെയർസും ഡിബഞ്ചേഴ്സും നമ്മൾ പ്രീമിയത്തിലാണ് റെഡീം ചെയ്യുന്നത് എങ്കിൽ ആ പ്രീമിയം എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ യൂട്ടിലൈസ് ചെയ്യാം. എന്താണ് പ്രീമിയം അല്ലെങ്കിൽ റെഡീം ചെയ്യുമ്പോൾ പ്രീമിയമോ എന്നിപ്പോൾ ആലോചിക്കേണ്ട, തൽക്കാലം അതിങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മൾ ഈ പഠിക്കുന്നത് ഓരോ ടേംസ് കഴിയുമ്പോഴും ഞാൻ എന്ത് ചെയ്യും, അത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകും. ഫോർ ദ പർച്ചേസ് ഓഫ് ഇറ്റ്സ് ഓൺ ഷെയർ. നമ്മുടെ സ്വന്തം ഷെയർസ് പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം അതർ സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യാം. ഏത് സെക്ഷൻ പ്രകാരം? സെക്ഷൻ 68 ബൈ ബാക്ക് ഓഫ് ഷെയർസ് മതി. തൽക്കാലം ഇത്ര മതി. ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെക്യൂരിറ്റി പ്രീമിയം എന്ത് ചെയ്യാം, യൂട്ടിലൈസ് ചെയ്യാം. അങ്ങനെ മനസ്സിലാക്കാം. സോ 5 പേർപ്പസ് ആണ് സെക്യൂരിറ്റി പ്രീമിയം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സിറ്റുവേഷൻസ് ആസ് പെർ സെക്ഷൻ 52. അത്ര മനസ്സിലാക്കി വെക്കാം മതി. തൽക്കാലം അതവിടെ വെക്കാം, സൈഡിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് വെക്കാം. നെക്സ്റ്റ് പോർഷനിലേക്ക് പോവാം. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജേണൽ എൻട്രീസ് റിലേറ്റഡ് ടു ലംസം എമൗണ്ട് അറ്റ് പാറും അറ്റ് പ്രീമിയം അല്ലെ. നമ്മൾ പാറും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രീമിയം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാറിന്റെ വാല്യൂവിന് നമുക്ക് വരുന്ന ജേണൽ എൻട്രീസ് ഇതിലുണ്ട്. പ്രീമിയത്തിന്റെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു. ഓക്കെ ഡൺ. ഇനി ഇതേപോലെ നമ്മൾ ഇൻസ്റ്റാൾമെന്റിലാണ് നമ്മൾ വാങ്ങുന്നത് എങ്കിൽ, ഇൻസ്റ്റാൾമെന്റ് എന്ന് വെച്ചാൽ എന്താ, കട്ടായിട്ട് കുറച്ച് എമൗണ്ട് ആയിട്ട് ഇൻസ്റ്റാൾമെന്റ് ബേസിസിലാണ് നമ്മൾ പൈസ വാങ്ങുന്നത് എങ്കിൽ നമുക്ക് വരുന്ന ജേണൽ എൻട്രീസ് ആണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഷെയർസ് ആർ ഇഷ്യൂഡ് ഓൺ ഇൻ ഇൻസ്റ്റാൾമെന്റ്. ഈ ഇൻസ്റ്റാൾമെന്റ്സ് നമുക്ക് മെയിൻ ആയിട്ട് 3 സ്റ്റേജസ് ഉണ്ടാവും. ഒന്നാമത്തെ സ്റ്റേജസ് ഓഫ് ഇൻസ്റ്റാൾമെന്റ്സ്. ഒന്നാമത്തെ സ്റ്റേജ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തത്, അത് ലംസം ആണെങ്കിലും ഉണ്ടാവും, അതുപോലെ തന്നെ ഇൻസ്റ്റാൾമെന്റിലും ഉണ്ടാവും. ഒന്ന് അപ്ലിക്കേഷൻ സ്റ്റേജ്. സോ അപ്ലിക്കേഷൻ സ്റ്റേജ് എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ആർക്കൊക്കെയാണ് ഷെയർസ് വേണ്ടത് അവർ അപ്ലൈ ചെയ്യുന്ന സിറ്റുവേഷൻ, ഫസ്റ്റ് സിറ്റുവേഷൻ. രണ്ടാമത്തെ സിറ്റുവേഷൻ നമ്മൾ ലംസത്തിലും ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്ലൈ ചെയ്ത എല്ലാവർക്കും നമ്മൾ ഷെയർസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോ വേ. എക്സ്ട്രാ എമൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളത് റീഫണ്ട് ചെയ്യേണ്ടി വരും. സോ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ്സും അലോട്ട്മെന്റ് ഉണ്ടാവും. അലോട്ട്മെന്റ് കമ്പനി തീരുമാനിക്കുന്ന പോലെ ആയിരിക്കും. നെക്സ്റ്റ് അലോട്ട്മെന്റ് സ്റ്റേജ്. സോ അലോട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, കുറച്ച് എക്സ്ട്രാ അല്ലെങ്കിൽ അലോട്ട് ചെയ്യുന്ന സമയത്ത് ഇത്ര എമൗണ്ട് അടക്കണം എന്ന് പറയും. സോ ഒന്നാമത് പറയും അപ്ലിക്കേഷന്റെ സമയത്ത് ഇത്ര എമൗണ്ട് അടക്കണം. രണ്ടാമത് പറയും അലോട്ട്മെന്റ് ചെയ്യുന്ന സമയത്ത് ഇത്ര എമൗണ്ട് അടക്കണം. മൂന്നാമത് കോൾ സ്റ്റേജ്. കമ്പനി കോള് ചെയ്യുന്ന കുറച്ച് എമൗണ്ട്സ് ഉണ്ടാവും. ആ കോൾ ചെയ്യുന്ന എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് അടക്കണം. സോ കോൾ മണി സ്റ്റേജ് എന്ന് പറയുകയാണെങ്കിൽ
സോ ദർ വിൽ ബി 3 സ്റ്റേജസ് ഫോർ റിസീവിംഗ് എമൗണ്ട്സ് ഫ്രം ദ മെമ്പേഴ്സ്. ഒന്നാമത് അപ്ലിക്കേഷൻ സ്റ്റേജ്, നമ്മൾ അപ്ലിക്കേഷൻ മണി കിട്ടുന്ന ഒരു സിറ്റുവേഷൻ. രണ്ടാമത് ആ അപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ കൊടുക്കും, അലോട്ട് ചെയ്യും നമ്പർ ഓഫ് ഷെയർസ്. 3 കോൾ മണി, നമ്മൾ കോൾ ആയിട്ട് എമൗണ്ട് ചെയ്യും. ഈ 3 സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഒറ്റൊരു സ്റ്റേജോ അല്ലെങ്കിൽ 2 സ്റ്റേജോ 3 സ്റ്റേജോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറെ സ്റ്റേജസ് ആക്കാം. ഫോർ എക്സാമ്പിൾ അപ്ലിക്കേഷൻ മണി നമ്മൾ പറയുന്നു 2 രൂപ, 10 രൂപയാണ് ഫേസ് വാല്യൂ എങ്കിൽ നമ്മൾ പറയുകയാണ് അപ്ലിക്കേഷന്റെ സമയത്ത് 2 രൂപ എടുക്കാം, അലോട്ട്മെന്റ് സമയത്ത് 3 രൂപ എടുക്കാം. പിന്നെ നമ്മൾ പറയുകയാണ് കോളിന്റെ സമയത്ത് 2 രൂപ എടുക്കാം. അപ്പൊ ഇപ്പൊ മൊത്തം എത്രയും 2, 5, 7 രൂപ. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമതൊരു കോള്. സോ കോൾ മണി നമുക്ക് എത്ര വേണമെങ്കിലും പോവാം. ഫസ്റ്റ് കോള്, സെക്കൻഡ് കോള്, തേർഡ് കോള്, ഫൈനൽ കോൾ, അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എത്ര വേണമെങ്കിലും പോവാം. ഫസ്റ്റ് വരുന്ന നമുക്ക് എമൗണ്ട് വരുന്ന ആ ഒരു സ്റ്റേജിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു എമൗണ്ടിന്റെ പേരാണ് അപ്ലിക്കേഷൻ എമൗണ്ട്. 2 അലോട്ട്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് എമൗണ്ടും കൂടി നമ്മൾ ഡിമാൻഡ് ചെയ്യും പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി, അതാണ് അലോട്ട്മെന്റ് മണി. 3 കോൾ ചെയ്യുന്ന സമയത്തുള്ള എമൗണ്ട്. സോ കോൾ മണി എന്ന് പറയുന്നത് നമുക്ക് കുറെ സ്റ്റേജസ് ഉണ്ടാവും, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഫസ്റ്റ് കോള്, സെക്കൻഡ് കോൾ എന്നൊക്കെ നമുക്ക് കൊടുക്കാം. മൊത്തം നമുക്ക് അന്നേരം എത്ര രൂപ കിട്ടും, 10 രൂപ കിട്ടും. ഇതാണ് നോർമലി നമുക്ക് പോകുന്ന 3 സ്റ്റേജസും അതുപോലെ തന്നെ എമൗണ്ട്സിന്റെ ഒരു എക്സാമ്പിളും. ഓക്കെ അല്ലേ? ഡൺ. ഇനി ജേർണൽ എൻട്രീസ് നോക്കാം. ഇതേപോലെ ഇൻസ്റ്റാൾമെന്റിലാണെങ്കിലും 3 സ്റ്റേജസ് ഉണ്ട്, ലംസത്തിൽ കിട്ടിയ പോലെ തന്നെ. സോ ലംസത്തിൽ നമുക്ക് കിട്ടുമ്പോൾ ഫസ്റ്റ് കിട്ടിയത് അപ്ലിക്കേഷൻ മണിയാണല്ലോ. സോ ബാങ്കിലേക്ക് എന്റെ അപ്ലിക്കേഷൻ എമൗണ്ട് വരും, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു അപ്ലിക്കേഷൻ അക്കൗണ്ട്. എത്രയാണോ അപ്ലിക്കേഷൻ കൊടുക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു എക്സാമ്പിൾ പ്രകാരം 2 രൂപ, 1 lakh നമ്പർ ഓഫ് ഷെയർസ് ആണെന്ന് വിചാരിക്കാം. 1 lakh നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു 2 രൂപ വെച്ചിട്ട് നമുക്ക് കിട്ടി. എത്ര വരും? 2 lakh rupees. 2 lakh rupees അപ്ലിക്കേഷൻ എമൗണ്ട് കിട്ടി. ഓക്കെ, ഡൺ. ഫോർ എക്സസ് അപ്ലിക്കേഷൻ മണി റീഫണ്ടഡ്. സോ നമ്മൾ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന അപ്ലിക്കേഷൻ മണിക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അലോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അലോട്ട്മെന്റ് മണി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു എമൗണ്ട് അവിടെ വെക്കും. അതിനു മുമ്പ് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന എക്സ്ട്രാ നമ്പർ ഓഫ് ഷെയർസിന്റെ മുകളിലുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, റീഫണ്ട് ചെയ്യണം. സോ റീഫണ്ട് ചെയ്യുന്ന ജനറൽ. ഫോർ എക്സാമ്പിൾ ഇവിടെ 1 lakh ആണ്, നമ്മൾ കയ്യിലാകെ 90,000 നമ്പർ ഓഫ് ഷെയർസ് കൊടുക്കാനുള്ളൂ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ബാക്കി 10,000 നമ്പർ ഓഫ് ഷെയർസ് റീഫണ്ട് ചെയ്യാം. ഇൻറ്റു 2, 2 rupees, 2 rupees വെച്ചിട്ടല്ലേ കിട്ടിയേ. സോ 20,000. ഡൺ. നെക്സ്റ്റ് ഈ അപ്ലിക്കേഷൻ എമൗണ്ട് നമ്മൾ എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്. ഇവിടെ ഇപ്പോൾ പ്രീമിയം എമൗണ്ട് തൽക്കാലം വിടട്ടോ, നമ്മൾ പാറിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. സോ 2,20,000 rupees നമ്മൾ എന്ത് ചെയ്തു, റീഫണ്ട് ചെയ്തു. ഓക്കെ, ഡൺ. ഷെയർ അപ്ലിക്കേഷൻ എമൗണ്ടിൽ ഇനി ബാക്കി എത്ര ബാലൻസ്? 2 lakh rupees അപ്ലിക്കേഷൻ മണി ആയിട്ട് കിട്ടി, 20,000 rupees അവിടെ നിന്ന് കിട്ടി, നമ്മൾ റീഫണ്ട് ചെയ്തു. ബാക്കി 1,80,000 rupees ഉണ്ട്. സോ 1,80,000 rupees നമ്മൾ എന്ത് ചെയ്യണം, അലോട്ട് ചെയ്യാണ്. അലോട്ട് ചെയ്തിട്ട് നമ്മൾ അടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. തൽക്കാലം ഈ ഒരു എൻട്രി അവിടെ വെക്കണം കേട്ടോ. 4ാമത് നമ്മൾ എന്ത് ചെയ്യുന്നു, അലോട്ട്മെന്റ് സ്റ്റേജിലേക്ക് എത്തി. അലോട്ട്മെന്റ് സ്റ്റേജിലേക്ക് നമുക്ക് ഇനി എത്ര എമൗണ്ട് കിട്ടും? 1,80,000 റിലേറ്റഡ് ആയിട്ട് 90,000 നമ്പർ ഓഫ് ഷെയർസ് നമുക്ക് ഇനി കിട്ടും, ഇല്ലേ? സോ നമ്മുടെ 90,000 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു 2 അല്ലേ, 90,000 ഇൻറ്റു 2 എത്ര? 1,80,000. ഈ 1,80,000 അല്ലേ നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നേ, അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അലോട്ട്മെന്റ് മണിയായിട്ട് എത്ര എമൗണ്ട് കിട്ടാൻ ചാൻസസ് ഉണ്ട്? ഈ ഒരു എക്സാമ്പിൾ നമുക്ക് ഇപ്പൊ പറയാം. 2 rupees എന്നുള്ളത് അലോട്ട്മെന്റ് മണി, 2 rupees അപ്ലിക്കേഷൻ മണി, 3 rupees അലോട്ട്മെന്റ് മണി, ഫസ്റ്റ് കോള് 2 rupees, ഫൈനൽ കോള് 3 rupees. ഇതാണ് കേട്ടോ ഓർഡർ. ഓക്കെ, സോ അപ്ലിക്കേഷൻ 2 rupees, അലോട്ട്മെന്റ് 3 rupees, ഫസ്റ്റ് കോള് 2 rupees, ഫൈനൽ കോള് 3 rupees. ഇതാണ് ഓർഡർ. 2 rupees ഓൾറെഡി കിട്ടി. ഇനി എത്രയാണ് നമുക്ക് അലോട്ട്മെന്റ് മണി സമയത്ത് കിട്ടേണ്ടത്? 3 rupees വെച്ച് കിട്ടണം. 3 rupees എത്ര നമ്പർ ഓഫ് ഷെയർസിന്റെ മുകളിൽ കിട്ടേണ്ടത്? 90,000. എങ്ങനെ 90,000 കിട്ടിയത്? കാരണം നമ്മൾ 90,000 നമ്പർ ഓഫ് ഷെയർസ് ആണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അലോട്ട്മെന്റ് മണിയായിട്ട് നമുക്ക് എത്ര എമൗണ്ട് കിട്ടാൻ സാധ്യതയുണ്ട്? ഡ്യൂ എത്ര എമൗണ്ട് ആണ്? 3 rupees ഇൻറ്റു 90,000. ഡ്യൂ ആവുന്നത് എത്രയാണെന്ന് നമുക്ക് അറിയാലോ. ഇപ്പോ ഫസ്റ്റ് സിറ്റുവേഷനിൽ ബാങ്കിലേക്ക് വരുന്ന അപ്ലിക്കേഷൻ മണി, നമുക്ക് അപ്ലിക്കേഷൻ മണി ബാങ്കിലേക്ക് കിട്ടാതെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ? നമ്മൾ ഇഷ്യൂ ചെയ്ത കംപ്ലീറ്റ് എമൗണ്ടും ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ? നോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഫസ്റ്റ് ഡ്യൂ എൻട്രി ഇടില്ല. നമ്മൾ എന്ത് ചെയ്തു, ബാങ്കിലേക്ക് കിട്ടിയ എമൗണ്ടിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, എക്സ്ട്രാ വന്നിട്ടുണ്ടെങ്കിൽ അലോട്ട് ചെയ്തു, അതേപോലെ എക്സ്ട്രാ വന്ന എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തു, റീഫണ്ട് ചെയ്തു.
പക്ഷേ അലോട്ട്മെന്റ് സമയത്ത് അങ്ങനെയല്ല. കമ്പനിക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, ഒരു ഡ്യൂ എമൗണ്ട് ഉണ്ട്. എങ്ങനെ 90,000 നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ അലോട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ 90,000 നമ്പർ ഓഫ് ഷെയർസിന് റിലേറ്റഡ് ആയിട്ടുള്ള അലോട്ട്മെന്റ് മണി നമ്മൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും. സോ ജേണൽ എൻട്രി എന്തായിരിക്കും? നമ്മളൊരു ഡ്യൂ എൻട്രി ഇടണം. ഡ്യൂ എൻട്രി എന്ന് പറയുന്നത് എമൗണ്ട് 90,000 ഇൻറ്റു 3 ആയിരിക്കും. ജേണൽ എൻട്രിയോ നമുക്ക് എന്ത് എമൗണ്ട് ആയിട്ടാണ് നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്? ഷെയർ അലോട്ട്മെന്റ്. ഷെയർ അലോട്ട്മെന്റ് എമൗണ്ട് എന്ന് പറയുന്നത് ഒരു അസറ്റ് അല്ലെങ്കിൽ റിസീവബിൾ എമൗണ്ട് ആണ്. സോ അസറ്റ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. സോ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റഡ്. അലോട്ട്മെന്റ് എമൗണ്ട് എന്ന് പറയുന്നത് റിസീവബിൾ ആണ്, നമുക്ക് കിട്ടാൻ പോവുകയാണ് എന്നുള്ള ഡ്യൂ എഴുതി. ഡൺ. രണ്ടാമത് 2 ബാങ്ക് ആണോ? ബാങ്കിലേക്കെല്ലാം വന്നോ? നോ, ബാങ്കിലേക്ക് വന്നാൽ തന്നെ അത് ഡെബിറ്റ് ആണ്. 2 ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. എന്തുകൊണ്ടാണ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഡ്യൂ എമൗണ്ട് ആയി 90,000 നമ്പർ ഓഫ് ഷെയർസിന് 3 rupees വെച്ചിട്ടാണ് നമുക്ക് ക്യാപിറ്റലിലേക്കാണ് ആ എമൗണ്ട് വരേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്തു? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. സോ 2,70,000 ഞാൻ ഡ്യൂ എൻട്രി ആയിട്ട് എഴുതി. ഓക്കെ അല്ലേ? സോ ജേണൽ എൻട്രി വിൽ ബി ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റൊക്കെ ഇത് ഷെയർ ചെയ്യുകയും ചെയ്യാം. നമ്മൾ ക്ലാസ്സസും ഇതൊക്കെ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? മെസ്സേജ് അയക്കാം. ഓക്കെ, നെക്സ്റ്റ് ജേണൽ എൻട്രി അത് ആഡ് പോയതാണ്. നെക്സ്റ്റ് ജേണൽ എൻട്രി ഈ തൽക്കാലം സെക്യൂരിറ്റി പ്രീമിയത്തിന്റെ അടവൊക്കെ ഫോർ ഷെയർ അലോട്ട്മെന്റ് മണി റിസീവ്ഡ്. നമ്മൾ ഈ ഡ്യൂ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്ന അലോട്ട്മെന്റ് മണി നമുക്ക് കിട്ടിയോ? ഇല്ല, ഡ്യൂ ആയിട്ടേ ഉള്ളൂ. ബാങ്കിലേക്ക് ഇനി കിട്ടും. ബാങ്കിലേക്ക് കിട്ടുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ്. എത്ര എമൗണ്ട്? 90,000 ഇൻറ്റു 3, 2,70,000 എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കിട്ടി. ബാങ്ക് കൂടി. ഞാൻ നേരത്തെ ഷെയർ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു റിസീവബിൾ അക്കൗണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഷെയർ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു റിസീവബിൾ അക്കൗണ്ട്. ഇനി ആ റിസീവബിൾ അക്കൗണ്ട് അവിടെ ഉണ്ടോ? ഇല്ല, നമുക്ക് എമൗണ്ട് കിട്ടിക്കഴിഞ്ഞു. നമ്മൾ എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്. സോ ജേണൽ എൻട്രി വിൽ ബി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്. എത്ര എമൗണ്ട്? 2,70,000 നമുക്ക് എമൗണ്ട് കിട്ടി. ഡൺ. അലോട്ട്മെന്റ് സമയത്ത് നമ്മൾ ഡ്യൂ എഴുതി, നമുക്ക് എമൗണ്ട് കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്കിനി കിട്ടേണ്ട എമൗണ്ട് എത്രയാ? 90,000 ആണല്ലോ നമ്മുടെ നമ്പർ ഓഫ് ഷെയർസ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? കോൾ മണി ആയിട്ട് ഒരു എമൗണ്ട് കിട്ടണം. കോൾ മണി ആയിട്ട് നമുക്ക് എത്ര എമൗണ്ട് കിട്ടുക? 2 rupees. നമ്മൾ എക്സ്പെക്ടേഷൻ എന്താ? എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് നമുക്ക് തരാം? 90,000 നമ്പർ ഓഫ് ഷെയർസ് നമുക്ക് തരും. സോ ഡ്യൂ എൻട്രി നേരത്തെ പോലെ തന്നെ അലോട്ട്മെന്റിൽ കൊടുത്തതുപോലെ തന്നെ 90,000 ഇൻറ്റു 2, 1,80,000 rupees നമ്മൾ എന്ത് ചെയ്തു? ഡ്യൂ എൻട്രി എഴുതി. ഇനി എനിക്ക് എന്ത് ചെയ്യും? ആ എമൗണ്ട് ബാങ്കിലേക്ക് കിട്ടും. കോൾ മണി റിസീവ് ചെയ്യുന്ന സമയത്തുള്ള ജേണൽ എൻട്രി എന്താ? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഷെയർ കോൾ എമൗണ്ട്. ഫസ്റ്റ് കോൾ ആണെങ്കിൽ ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ ആണെങ്കിൽ സെക്കൻഡ് കോൾ, എത്രയാണോ ആ ഒരു എമൗണ്ട്. സോ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് 1,80,000. ഇവിടെ 1,80,000. ഡൺ. സോ നമ്മൾ ഡ്യൂ എഴുതി, നമ്മൾ റിസീവ് ചെയ്തു. ഇപ്പൊ എത്ര എമൗണ്ട് വരെ കോൾ ആയിട്ടുള്ളൂ? ഫസ്റ്റ് കോൾ വരെ. ഫൈനൽ കോൾ എത്ര എമൗണ്ടും കൂടി ഉണ്ട്? 3 rupees, 3 rupees കൂടി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ 3 rupeesന്റെ ജേണൽ എൻട്രി എന്താ? ആദ്യം ഡ്യൂ എൻട്രി ഇടണം. സോ ഡ്യൂ എൻട്രി വിൽ ബി ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെബിറ്റഡ്. അതായത് ഫൈനൽ കോൾ ആയിട്ട് ഒരു എമൗണ്ട് എനിക്ക് റിസീവബിൾ ആണ്. എത്ര നമ്പർ ഓഫ് ഷെയർസ്? 90,000 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു 3 rupees. എത്ര വരും? 2,70,000 ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. എത്ര എമൗണ്ട്? 2,70,000. ഞാൻ ഡ്യൂ എൻട്രി ചെയ്തി. എനിക്ക് എമൗണ്ട് കിട്ടിയോ? ഇല്ല. പിന്നെ ബാങ്കിലേക്ക് കിട്ടുന്നു. റിസീവ്ഡ് വയ ബാങ്ക്. അപ്പോൾ ബാങ്കിന്റെ എമൗണ്ട് കൂടും. സോ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് 2,70,000 ടു ഏത് എമൗണ്ട് ആണ് നമ്മൾ ഇല്ലാതാവുന്നത്? ഷെയർ ഫൈനൽ കോൾ. നേരത്തെ നമ്മൾ ഷെയർ ഫൈനൽ കോൾ എന്ന് പറഞ്ഞിട്ട് ഡ്യൂ എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ എമൗണ്ട് കിട്ടി. ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് 2,70,000. എൻ്റെ പൊന്നു മക്കളെ, ഇതുവരെ ക്ലിയർ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ.
ഇനി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയേ. നമ്മളിപ്പോ പറഞ്ഞ ജേർണൽ എൻട്രീസ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയേ. നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ കാണുന്നതെങ്കിലും ശരി, മുമ്പ് ചെയ്തതാണെങ്കിൽ ശരി, റിവൈസ് ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ എന്റെ കൂടെ തന്നെ ഫോളോ ചെയ്ത് പോവാം. ഓക്കെ, നമുക്ക് ചിലപ്പോൾ അറിയായിരിക്കും എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഡെബിറ്റ് ചെയ്യുന്നത് ക്രെഡിറ്റ് ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല. സോ നിങ്ങൾ ഈ ഒരു ജേർണൽ എൻട്രി വെരി ബേസിക് ആയിട്ട്, പ്രത്യേകിച്ച് ഒന്നും ഇവിടെ എക്സ്ട്രാ വന്നിട്ടില്ല, പ്രീമിയം ഒന്നും വന്നിട്ടില്ല, സാധാ ജേർണൽ എൻട്രി. എന്തൊക്കെയായിരുന്നു ജേർണൽ എൻട്രി? ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ബാങ്കിലേക്ക് അപ്ലിക്കേഷൻ മണി കിട്ടും. സോ ബാങ്കിലേക്ക് അപ്ലിക്കേഷൻ മണി കിട്ടുന്ന സമയത്തുള്ള ജേർണൽ എൻട്രി എന്താ? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട്. അപ്ലിക്കേഷൻ മണി റിസീവ്ഡ്. രണ്ടാമത്, ഇഫ് എനി അപ്ലിക്കേഷൻ മണി ഈസ് റിസീവ്ഡ് ഇൻ എക്സസ് ഓഫ് ഇഷ്യൂഡ് ഷെയർസ് then the amount will be refunded. So share application account debited to bank. ഇത് അപ്ലിക്കേഷൻ ഓക്കെ, നമുക്ക് ലാസ്റ്റ് ഇതാ മൂന്നാമത്തെ ജേർണൽ എൻട്രി. ദീസ് അപ്ലിക്കേഷൻ ഓഫ് ഷെയർസ് will be allotted to capital account. So journal entry will be share application account debited to share capital account നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഇവിടെയും സെയിം, ഇക്വിറ്റി ഷെയർ ആണെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കൊടുക്കാം, പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ കൊടുക്കാം. അത് നോട്ട് ചെയ്യണം കേട്ടോ. പിന്നെ 4, നമ്മൾക്ക് അലോട്ട്മെന്റ് മണി ഡ്യൂ ആവും. ഇനി മുതൽ നമുക്കറിയാം എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് നമ്മൾ അലോട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. സോ അലോട്ട് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ഷെയർസിന് അനുസരിച്ചിട്ടുള്ള ഒരു അലോട്ട്മെന്റ് മണിയുടെ ഡ്യൂ എൻട്രി നമ്മൾ എഴുതും. സോ ഷെയർസ് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിസീവബിൾ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഷെയർ ക്യാപിറ്റലിലേക്കാണ് എമൗണ്ട് കാണിക്കാം. ഇനി ഈ അലോട്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് എനിക്ക് എന്റെ ബാങ്കിലേക്ക് കിട്ടൂലേ? സോ ബാങ്കിലേക്ക് കിട്ടുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്. സോ ഷെയർ അലോട്ട്മെന്റ് ഞാൻ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് ഇതേപോലെ എന്ത് ചെയ്യും? ഫസ്റ്റ് കോൾ ഉണ്ടാവും, ഫൈനൽ കോൾ ഉണ്ടാവും. സോ ഫസ്റ്റ് കോൾ വരുന്ന സമയത്ത് ഡ്യൂ എൻട്രി ചെയ്താൽ റിസീവ് ചെയ്യാം, ഡ്യൂ ചെയ്യുക റിസീവ് ചെയ്യുക, ഡ്യൂ ചെയ്യുക റിസീവ് ചെയ്യാം. പക്ഷെ അപ്ലിക്കേഷൻ എമൗണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഡ്യൂ ചെയ്തത്? നമുക്കറിയത്തില്ല എത്ര ആളാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പക്ഷെ അപ്ലൈ ചെയ്ത് പിന്നെ നമ്മൾ അലോട്ട് ചെയ്തതിനു ശേഷം നമുക്ക് അറിയാം, ഓക്കെ ഇത്ര എമൗണ്ട് ആണ് നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനെ വേണം ജേർണൽ എൻട്രി എഴുതാൻ എന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞു? കമ്പനീസ് ആക്ട് പറഞ്ഞു. സോ നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം? അതേപോലെ ജേർണൽ എൻട്രി എഴുതണം. സോ ജേർണൽ എൻട്രിയുടെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്നത് എന്താണ്? നോർമൽ ജേർണൽ എൻട്രിയുടെ റൂൾസ് ഒക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നതിന് സ്റ്റേജസ് ഉണ്ട്, ലംസം ബേസസ് ഉണ്ട്. ആ ഒരു മോഡൽ തന്നെ അക്കൗണ്ടിങ് ചെയ്യണം. അതാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ വന്നിട്ടുള്ള ഒരു ചെറിയൊരു ചേഞ്ചസ്, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ്, ഫസ്റ്റ് കോൾ കിട്ടുന്നു, ഷെയർ ഫസ്റ്റ് കോൾ. സോ കോൾ മണി ഫസ്റ്റ് കോൾ ചെയ്യുന്നതിന് ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ ചെയ്യുന്നതിന് സെക്കൻഡ് കോൾ, തേർഡിന് തേർഡ് കോൾ, ഇനി ഫൈനൽ ആണെങ്കിൽ ലാസ്റ്റത്തെ കോൾ ആണെങ്കിൽ ഫൈനൽ കോൾ, അങ്ങനെ പേരിടും. അതാണ് അതിന്റെ ഒരു രീതി, അല്ലെങ്കിൽ അങ്ങനെയാണ് അക്കൗണ്ടിങ് ചെയ്യേണ്ടത്. സോ ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. നെക്സ്റ്റ് ഡ്യൂ എൻട്രി എഴുതി, ഇനി ബാങ്കിലേക്ക് എമൗണ്ട് കിട്ടുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ഷെയർ ഫസ്റ്റ് കോൾ. നിങ്ങൾ ഈ ജേർണൽ എൻട്രീസ് ഇങ്ങനെ തന്നെ നോട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിന് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, എന്ത് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ആണ് ഇത് എന്നുള്ളത്. ഓക്കെ, സോ പിന്നെ ലാസ്റ്റ് അത് എന്താ? ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. സോ ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എത്ര എമൗണ്ട് പോകും? ലാസ്റ്റ് ഫൈനൽ അക്കൗണ്ടിന്റെ ഡ്യൂ എൻട്രി പോയി. നെക്സ്റ്റ് ഈ ഡ്യൂ എൻട്രി നമുക്ക് എന്ത് ചെയ്യാം? റിസീവ് ചെയ്യും. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട്. ഡൺ, അത്രയേ ഉള്ളൂ. സോ ഇത്രയും ജേർണൽ എൻട്രീസ് ആണ് നോർമലി ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് പാർ ഇൻ ഇൻസ്റ്റാൾമെന്റിലാണെങ്കിൽ ഇത്രയും ജേർണൽ എൻട്രീസ് ആണ് വരാം. ഓക്കെ അല്ലേ? ഇതേ ജേർണൽ എൻട്രീസ് നിങ്ങൾ എന്ത് ചെയ്യാം? ഓരോന്നും ഇങ്ങനെ നിങ്ങൾ ഷോർട്ട് നോട്ടിൽ എഴുതിയിട്ട് ഇത് ഓരോ എൻട്രീസും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് നോക്കണം. ഫസ്റ്റത്തെ എന്താ? അപ്ലിക്കേഷൻ മണി റിസീവ്ഡ്. ഇതെന്താ? റീഫണ്ട് ഓഫ് അപ്ലിക്കേഷൻ മണി.
ഇതെന്താ? ട്രാൻസ്ഫറിങ് അപ്ലിക്കേഷൻ മണി ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇത് എന്ത് എൻട്രിയാ? നാലാമത്തത് അലോട്ട്മെന്റ് മണി ഡ്യൂ. ഇത് എന്ത് എൻട്രിയാ? അലോട്ട്മെന്റ് മണി റിസീവ്ഡ്. നെക്സ്റ്റ് ഫസ്റ്റ് കോൾ മണി ഡ്യൂ. ഫസ്റ്റ് കോൾ മണി റിസീവ്ഡ്. ഇതോ? ഫൈനൽ കോൾ മണി ഡ്യൂ. ഇത് ഫൈനൽ കോൾ മണി റിസീവ്ഡ്. ഓക്കെ അല്ലേ? സോ ഇത്രയും ജേർണൽ എൻട്രീസ് ആണ് നോർമലി വരാം. സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എവിടെയും പോലെ കിളിയുന്ന എവിടെ പോലെ ഇതേ എക്സാമ്പിളില് 2+2 3 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എമൗണ്ടിൽ ഞാൻ പറയാണ് ഫസ്റ്റത്തെ എമൗണ്ട് എത്രയാ? 2 അല്ലേ? ഈ 2 എമൗണ്ടിന് പകരം ഞാൻ വാങ്ങുന്നത് 2 + 3 5 റുപ്പീസ് ആണെങ്കിൽ 5 + 3 + 8 10 എത്ര വരും? 13 റുപ്പീസിനാണ് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? 3 റുപ്പീസ് വിൽ ബി പ്രീമിയം എമൗണ്ട്. 3 റുപ്പീസ് വിൽ ബി സെക്യൂരിറ്റീസ് പ്രീമിയം അല്ലെങ്കിൽ പ്രീമിയം എമൗണ്ട്. ആ പ്രീമിയം എമൗണ്ട് ഷാൾ ബി ട്രാൻസ്ഫർ ടു വെയർ? സെക്യൂരിറ്റി പ്രീമിയം. ഈ പ്രീമിയം എമൗണ്ട് എനിക്ക് എന്ത് ചെയ്യാം? അപ്ലിക്കേഷൻ മണീന്റെ കൂടെ വാങ്ങാം, അലോട്ട്മെന്റ് മണീന്റെ കൂടെ വാങ്ങാം, ഫസ്റ്റ് കോളിന്റെ കൂടെ വാങ്ങാം, ഫൈനൽ കോളിന്റെ കൂടെ വാങ്ങാം. ഏത് കോളിന്റെ കൂടിയും ഏത് അലോട്ട്മെന്റ് മണിയും ഏത് അപ്ലിക്കേഷൻ എമൗണ്ടിന്റെ കൂടിയും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ പ്രീമിയം എമൗണ്ട് വാങ്ങാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ നമ്മൾ നേരത്തെ ലംസം ബേസിസിൽ പ്രീമിയം എമൗണ്ട് കംപ്ലീറ്റ് വാങ്ങിയ സമയത്ത് ഏത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു? സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ 3 റുപ്പീസ് അപ്ലിക്കേഷൻ അക്കൗണ്ടിന്റെ കൂടെയാണ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ മണീന്റെ കൂടെയാണ് വാങ്ങുന്നത് എങ്കിൽ 3 റുപ്പീസ് ഷാൾ ബി ട്രാൻസ്ഫർ ടു വേർ? സെക്യൂരിറ്റി പ്രീമിയം. വെൻ? അറ്റ് ദ ടൈം ഓഫ് അലോട്ട്മെന്റ്. അലോട്ട്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അലോട്ട്മെന്റ് മണി റിസീവ് ചെയ്യുന്നതല്ലേ? എത്ര ഷെയർസ് ആണ് നമുക്ക് കിട്ടിയ അപ്ലിക്കേഷൻ, അതിന്റെ എക്സസ് എമൗണ്ട് നമ്മൾ റീഫണ്ട് ചെയ്തിട്ട് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ ഒരു സിറ്റുവേഷനെയാണ് എന്ത് പറയുന്നത്? അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. സോ അലോട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അല്ലാതെ എന്തല്ല, അലോട്ട്മെന്റ് മണി കിട്ടുന്ന സിറ്റുവേഷൻ അല്ല അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. സോ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ എമൗണ്ട് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് അലോട്ട്മെന്റ്. സോ ഞാൻ ഷെയർസ് അലോട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എവിടത്തേക്കും കൂടി ട്രാൻസ്ഫർ ചെയ്യണം? ദീസ് 3 റുപ്പീസ് വിൽ ബി ട്രാൻസ്ഫർ ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ജേർണൽ നമ്മൾ ജസ്റ്റ് മാറ്റുകയാണെങ്കിൽ അപ്ലിക്കേഷൻ മണിയായിട്ട് നമുക്ക് എത്ര എമൗണ്ട് കിട്ടിയിട്ടുണ്ടാവും? 90,000. നമ്പർ ഓഫ് ഷെയർസ് ഒന്നും ഒരു വ്യത്യാസമില്ലേ? അപ്ലിക്കേഷൻ മണിയായിട്ട് എത്ര കിട്ടിയിട്ടുണ്ടാവും? 90,000 നമ്പർ ഓഫ് ഷെയർസ് ഉണ്ടാവും. ഇൻറ്റു ₹5 കിട്ടിയിട്ടുണ്ടാവില്ലേ? ഈ ഇവിടെ 2 എന്നതിന് പകരം എത്ര റുപ്പീസ് കിട്ടുണ്ടാവും? 5 റുപ്പീസ് കിട്ടിയിട്ടുണ്ടാവും. സോ മൊത്തം നമ്മളൊന്ന് മാറ്റുകയാണെങ്കിൽ we will be received 1 lakh number of shares into ₹5. എങ്ങനെ 5 വന്നേ? 3 പ്രീമിയം ഉണ്ട്. സോ എത്ര എമൗണ്ട് കിട്ടിയിട്ടുണ്ടാവും? 5 lakh റുപ്പീസ് കിട്ടി. പിന്നീട് നമ്മൾ 10,000 നമ്പർ ഓഫ് ഷെയർസ് റീഫണ്ട് ചെയ്യുന്നുണ്ട്. 10,000 into 5 എത്രയാ? 50,000 നമ്മൾ റീഫണ്ട് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ്, these shares, the remaining shares or the allotted number of shares will be transferred to share capital account. 90,000 number of shares into 5 rupees ആണ് അപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എത്ര വരും? 4,50,000 to share capital 90,000 into 5 ആണോ? No, 2 rupees.
ഓക്കെ, എത്ര വരും? 1,80,000. പിന്നെ ബാക്കി എമൗണ്ടോ? 90,000 ഇൻറ്റു ₹3. 3 എവിടുന്ന വന്നേ? 3 എവിടുന്ന വന്നേ? These three amount will be the amount of premium which had been received during the application of shares. So 90,000 number of shares into 3, 2,70,000 will be transferred to securities premium account at the time of allotting the shares. Okay, so share application amount കിട്ടി. ഷെയർ അപ്ലിക്കേഷൻ എമൗണ്ട് നമ്മൾ റീഫണ്ട് ചെയ്തു. പിന്നെ നമ്മൾ അലോട്ട് ചെയ്യുന്ന സമയത്ത് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്കും കൂടി നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇതാണ് നമ്മുടെ ട്രീറ്റ്മെന്റ്. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്ക് if the application money is includes during the if the premium amount is includes during receiving application money. സോ അപ്ലിക്കേഷൻ മണി കിട്ടിയ സമയത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഇത്രയും നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ എന്ത് ചെയ്യും? സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നമ്മൾ 1 lakh into 3 ആണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? അല്ല, 10,000 നമ്പർ ഓഫ് ഷെയർസിന്റെ എമൗണ്ട് ഓൾറെഡി നമ്മൾ റീഫണ്ട് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിംഗ് പ്രീമിയം തന്നെ റീഫണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വാട്ട് അബൌട്ട് ദ റിമൈനിങ് എമൗണ്ട്? ദ റിമൈനിങ് എമൗണ്ട്സ് വിൽ ബി ദ സെയിം ആസ് ബിഫോർ. എങ്ങനെ? നമുക്ക് ഷെയർ അലോട്ട്മെന്റ് ചെയ്തു. എത്ര നമ്പർ ഓഫ് ഷെയർസ് അലോട്ട് ചെയ്ത്? 90,000 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു എത്രയാണ് നമ്മൾ അലോട്ട്മെന്റ് മണി? ₹3, 2,70,000. So 2,70,000 will be due from our shareholders and that amount will be transferred to share capital account. Next entry എന്താ? Receiving the allotment amount from the shareholders. Bank account debited 2,70,000 to share allotment account 2,70,000. പിന്നെ ഫൈനൽ കോൾ, സെക്കൻഡ് കോൾ ഒക്കെയോ? ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ ഒക്കെ എങ്ങനെ വരും? നോർമൽ നേരത്തെ ചെയ്ത പോലെ 90,000 നമ്പർ ഓഫ് ഷെയർസ് ആണ് നമ്മൾ അലോട്ട് ചെയ്തിട്ടുള്ളത്. ₹2 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും? അലോട്ട്മെന്റ് മണിയും അല്ല ഫസ്റ്റ് കോളും ഫൈനൽ കോളും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ജേർണൽ എൻട്രീസ് വരാം. ഇതേ ക്വസ്റ്റിനെ വേറൊരു വ്യത്യാസമില്ല, ചെറിയ മാറ്റം മാത്രമേ. ₹2 തന്നെ നമുക്ക് കിട്ടുന്നത്. പക്ഷേ അലോട്ട്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ₹4 + 3 മൊത്തം എത്ര വരും? 2 + ഇവിടെ എത്ര വരും? 7 + 2. അപ്പം 9, 11, 3, 14. So total amount will be ₹14. ₹14 again the shares are issued at premium. So premium amount ₹4 നമുക്ക് പ്രീമിയം എമൗണ്ട് വന്നു. സോ ഈ പ്രീമിയം എമൗണ്ട് നമുക്ക് വന്നാൽ ആ പ്രീമിയം എമൗണ്ട് നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. പക്ഷേ നമുക്ക് ഇവിടെ വരുന്ന പോലത്തെ ജേർണൽ എൻട്രീസ് ആണ് വരാം. അപ്ലിക്കേഷൻ സമയത്ത് വന്ന അതേ സെയിം ജേർണൽ എൻട്രീസ് ആണ് ഇവിടെയും വരാം? നോ. കാരണം എന്താ? അപ്ലിക്കേഷൻ സമയത്തിന് ₹5 കിട്ടും, നമുക്ക് എത്ര കിട്ടുള്ളൂ? ₹2 മാത്രമേ കിട്ടുള്ളൂ, നേരത്തെ പോലെ തന്നെ. പക്ഷേ അലോട്ട്മെന്റിന്റെ സമയത്ത് നമുക്ക് കിട്ടുന്ന എമൗണ്ട് എത്ര എമൗണ്ട് ആയിരിക്കും മക്കളെ? ₹7 ആയിരിക്കും. സോ ₹7 നമുക്ക് കിട്ടും അവിടെ അലോട്ട്മെന്റ് സമയത്ത്. സോ അത്രയും എമൗണ്ട് നമ്മൾ എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സോ ജേർണൽ എൻട്രി വിൽ ബി അറ്റ് ദ ടൈം ഓഫ് റിസീവിംഗ് ദ എമൗണ്ട് ഫ്രം ദ ഷെയർ ഹോൾഡേഴ്സ്. Okay, at the time of application or at the time of passing the journal entry for share allotment. So journal entry എങ്ങനെയായിരിക്കും? ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റഡ്. എത്ര നമ്പർ ഓഫ് ഷെയർസ്? 90,000 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ഷെയർ അലോട്ട്മെന്റ് ആയിട്ട് ഡ്യൂ ആവുന്ന എമൗണ്ട് എത്ര എമൗണ്ടാ? ₹3 ആണോ ₹7 ആണോ? ₹7. എങ്ങനെ 7? ₹3 അലോട്ട്മെന്റിന്റെ മണിയും ₹4 പ്രീമിയം ആണെങ്കിൽ മൊത്തം 90,000 ഇൻറ്റു ₹7 വെച്ചിട്ട് ₹6,30,000 ആയിരിക്കും നമുക്ക് ഡ്യൂ ആവുന്ന എമൗണ്ട്. ഈ ഡ്യൂ ആയ എമൗണ്ടിൽ നിന്നും ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ഡ്യൂ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് 7 ആണോ? നോ വേ. ₹3, 2,70,000. റിമൈനിങ് എമൗണ്ട് 4 ഇൻറ്റു 90,000, 4 ഇൻറ്റു 90,000, 3,60,000 will be transferred to securities premium account. ഏത് എമൗണ്ട് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്? നമ്മൾ പ്രീമിയം എമൗണ്ടിലാണ് നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് എങ്കിൽ
അത് അലോട്ട്മെന്റ് മണിയിലാണ് നമ്മളോട് തരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാസ് ചെയ്യുന്ന ജേണൽ എൻട്രി. ഡ്യൂ ആവുന്ന സമയത്ത് നമുക്ക് അറിയാമുണ്ട് 90,000 നമ്പർ ഓഫ് ഷെയർസ് നമുക്ക് കിട്ടാനുണ്ട്. ആ 90,000 നമ്പർ ഓഫ് ഷെയർസിന്റെ എമൗണ്ട് 7 rupees ആണ് നമുക്കറിയാം. ഡ്യൂ ആകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഷെയർ ക്യാപിറ്റലിലേക്ക് നമ്മൾ 2,70,000 ട്രാൻസ്ഫർ ചെയ്യും. അതേപോലെ തന്നെ സെക്യൂരിറ്റി പ്രീമിയം നമ്മൾ 3,60,000 rupees ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ അല്ലേ? ഡൺ. നെക്സ്റ്റ് നമുക്ക് ബാങ്കിലേക്ക് എമൗണ്ട് കിട്ടുന്ന സമയത്തുള്ള ജേണൽ എൻട്രി എന്തായിരിക്കും? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഷെയർ അലോട്ട്മെന്റ്. അതാണ് നോർമൽ വരുന്ന ജേണൽ എൻട്രി. സോ നോർമൽ വരുന്ന ജേണൽ എൻട്രിയിൽ 1 സെക്കൻഡ്, ബാങ്കിലേക്ക് വരുന്ന എമൗണ്ട് എത്രയായിരിക്കും? 90,000 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു എത്ര എമൗണ്ട് ബാങ്കിലേക്ക് വരാം? 7. കാരണം നമുക്ക് അലോട്ട്മെന്റ് മണി ആയിട്ട് ഡ്യൂ ആയിട്ടത് 90,000 ഇൻറ്റു 7 ആയിരുന്നു. സോ ദ എമൗണ്ട് വിൽ ബി, ടോട്ടൽ എമൗണ്ട് വിൽ ബി 6,30,000 റിസീവ്ഡ് ത്രൂ ബാങ്ക് ടു ഷെയർ അലോട്ട്മെന്റ് 6,30,000. ഓക്കെ അല്ലേ? ഇതും അതുപോലെ തന്നെ ഷെയർ അലോട്ട്മെന്റിലേക്ക് വരുന്ന എമൗണ്ടും ഡൺ. സോ 6,30,000 എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഇവിടെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അലോട്ട്മെന്റ് എമൗണ്ട് നമുക്ക് ബാങ്കിലേക്ക് കിട്ടുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു. കാരണം എന്താ? ബാങ്കിലേക്ക് എമൗണ്ട് കൂടി, സോ ബാങ്കിനെ ഡെബിറ്റ് ചെയ്തു. ടു ഷെയർ അലോട്ട്മെന്റ്, നേരത്തെ ഷെയർ അലോട്ട്മെന്റ് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു റിസീവബിൾ എമൗണ്ട് ഉണ്ടായതുകൊണ്ട് ആ റിസീവബിൾ എമൗണ്ട് നമുക്ക് ഇനി ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു 6,30,000. നെക്സ്റ്റ് ജേണൽ എൻട്രിയോ? കോൾ മണി. ഫസ്റ്റ് കോള് 2 rupees ആണ്. 90,000 ഇൻറ്റു 2 rupees നമ്മൾ ഡ്യൂ എഴുതി. പിന്നെ ആ 90,000 ഇൻറ്റു 2 ആയിട്ടുള്ള എമൗണ്ട് നമുക്ക് കിട്ടി, തീർന്നു. ഫൈനൽ കോള് 3 rupees ആണ്. 3 rupeesന്റെ ഡ്യൂ എഴുതി, റിസീവ് ചെയ്തു, ഡൺ. സോ ഇങ്ങനെയാണ് ജേണൽ എൻട്രീസ് വരെ റിലേറ്റഡ് ടു ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ഇൻ ഇൻസ്റ്റാൾമെന്റ് ബേസിസ്. ഇനി ഇവിടെ കോൾസിന്റെ അരിയേഴ്സും ആഡ് ചെയ്യാനുണ്ട്, കോൾസിന്റെ അഡ്വാൻസും ആഡ് ചെയ്യാനുണ്ട്. തൽക്കാലം ഇത്ര അവിടെ വെക്കാം. ഓക്കെ അല്ലേ? നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ചെറിയൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കിയാലോ? എന്നിട്ട് കോൾസിന്റെ അരിയേഴ്സും കോൾസിന്റെ അഡ്വാൻസിലേക്കും പോവാം. ഇവിടെ പ്രീമിയം ഉണ്ടോ? ഇതിൽ പ്രീമിയം ഇല്ല. ഇത് നോർമൽ, വെരി വെരി നോർമൽ ക്വസ്റ്റ്യൻ വിത്തൗട്ട് ഷോയിങ് പ്രീമിയം. ഇത് നിങ്ങൾ എന്ത് ചെയ്യാം? പ്രാക്ടീസ് വർക്കായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഒരിക്കലും ഹോംവർക്ക് ഉണ്ടാവില്ല, പ്രാക്ടീസ് വർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഷെയർസ് അറ്റ് പ്രീമിയം. സോ പ്രീമിയത്തിൽ ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ബേസിസിലാണെങ്കിൽ ഇലിസ്ട്രേഷൻ നമ്പർ 3 ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യാം? പ്രാക്ടീസ് വർക്കായിട്ട് എടുക്കുക. കാരണം നമ്മൾ ലംസം ബേസിസിൽ പ്രീമിയം എമൗണ്ടിന് ജേണൽ എൻട്രി നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ജേണൽ എൻട്രിയാണ് ഇവിടെ. പിന്നെ നെക്സ്റ്റ് ഇലിസ്ട്രേഷൻ നമ്പർ 4. ഓക്കെ, എവിടെയാണ് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ? നമുക്ക് ഇത് ഇവിടുന്ന് ചെയ്യാം. മൊത്തം നമ്മുടെ കയ്യിൽ ഉള്ള അപ്ലിക്കേഷൻ എമൗണ്ട്, അല്ലെങ്കിൽ എത്രയാണ് നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് നോക്കാം. ഇത് എത്ര എമൗണ്ടോ? 5 crore. 5 crore equity shares of 10 each at premium of 4. ഓക്കെ, സോ നമ്മളെ ക്വസ്റ്റ്യൻ ഇത്രയാണല്ലോ. CD and Company Limited issued 5 crore equity shares of 10 each. 10 രൂപ വെച്ചിട്ട് 5 കോടി ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അറ്റ് എ പ്രീമിയം ഓഫ് 4 rupees ആണ് പ്രീമിയം എമൗണ്ട്. ഓക്കെ, ഡൺ. ആൻഡ് ഷെയർ ഈസ് പേയബിൾ ₹1 per share ഓൺ അപ്ലിക്കേഷൻ. അപ്ലിക്കേഷന്റെ സമയത്ത് എത്ര എമൗണ്ട് എടുക്കണം? 1 rupee. രണ്ടാമത് 6 rupees per share ഓൺ അലോട്ട്മെന്റ്. അലോട്ട്മെന്റ് സമയത്ത് രണ്ടാമത്തെ സ്റ്റേജിൽ നമുക്ക് അടക്കേണ്ട എത്ര എമൗണ്ടാ? 6 rupees ഇൻക്ലൂഡിംഗ് പ്രീമിയം. സോ പ്രീമിയം എമൗണ്ട് എത്രയാ? 4. സോ ഇവിടെ 6 rupees ഇൻക്ലൂഡിംഗ് പ്രീമിയം എന്ന് പറയുമ്പോൾ ശരിക്കും അപ്ലിക്കേഷൻ മണി എത്രയാ? 2 rupees. അപ്പൊ 4 rupees എന്തായിരിക്കും? 4 rupees എന്തായിരിക്കും? എടാ പറയടാ, പ്രീമിയം എമൗണ്ട്. ഓക്കെ, പിന്നെ 3 rupees ഓൺ ഫസ്റ്റ് കോൾ ആൻഡ് ബാലൻസ് ഇൻ ഫൈനൽ കോൾ. 3 rupees ഫസ്റ്റ് കോളും പിന്നെ ഫൈനൽ കോൾ എത്ര എമൗണ്ട് എടുക്കണം? എത്രയാണ് ബാലൻസ് എമൗണ്ട്? അപ്പൊ ബാലൻസ് എമൗണ്ട് ഒക്കെ ആണെങ്കിൽ കാണാം. മൊത്തം നമ്മളെ എമൗണ്ട് എത്രയാ? 10 rupees ആണ് എമൗണ്ട്. അതിൽ 4 rupees പ്രീമിയം ആണ്, അത് എടുക്കട്ടെ. അതിലല്ല, 4 rupees പ്രീമിയം ആണെന്ന് എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട്. 1 rupees അപ്ലിക്കേഷന്റെ എമൗണ്ട്. നമുക്ക് അലോട്ട്മെന്റ് സമയത്ത് കിട്ടുന്നത് 6 rupees ആണ്. 6 rupeesൽ 4 rupees പ്രീമിയം എമൗണ്ട് ഉണ്ട്. അപ്പോൾ ശരിക്കും അലോട്ട്മെന്റ് സമയത്ത് എത്രയാ? 2 rupees. ഓക്കെ, ഇനി ഫസ്റ്റ് കോൾ എത്രയാ? 3 rupees. അപ്പോൾ 1ഉം 4ഉം ഇവിടെ 2 ഉള്ളത്, അപ്പം 6. ബാക്കി ഫൈനൽ കോളിൽ നമുക്ക് വരുന്ന എമൗണ്ട് എത്രയാ? ₹4. ഓക്കെ അല്ലേ? 4ഉം 6ഉം ബാക്കി 4 rupees 4 rupees ആണ് നമുക്ക് എന്ത് ചെയ്യാം? ഫൈനൽ കോൾ ആയിട്ട് കിട്ടേണ്ട എമൗണ്ട്. ഓക്കെ,
The shares were all subscribed and all call money due was received. Give journal entries to record the above transaction. സോ നമുക്ക് ഈ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാനുള്ള ജേണൽ എൻട്രീസ് എത്രയാണെന്ന് അല്ലെങ്കിൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ കൺസെപ്റ്റ് ഇതൊക്കെ ഓക്കെ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം, ജേണൽ എൻട്രീസ് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഞാൻ എഴുതാം, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തോളൂ, നോക്കിയിട്ട് എഴുതിയാൽ മതിയാവും. ഓക്കെ ഓക്കെ ഫസ്റ്റ് ജേണൽ എൻട്രി 5 crore ആണ്. നമുക്ക് ഈ എമൗണ്ട് ഒക്കെ ഇൻ ലാക്സിൽ എടുക്കാം. ഇൻ ലാക്സിലാണ് നമ്മൾ എമൗണ്ട് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ ഡൺ. സോ 500 അല്ലെങ്കിൽ 5 crore എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, 500 lakh എന്ന് പറയാം. സോ 500 lakh നമ്പർ ഓഫ് ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അതിൽ നിന്നുള്ള എമൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, സോ ജേണൽ എൻട്രി വിൽ ബി ദ ഫസ്റ്റ് ജേണൽ എൻട്രി വിൽ ബി റിസീവിംഗ് ദ അപ്ലിക്കേഷൻ എമൗണ്ട്. സോ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് 500 lakhs നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു 1 rupees. 1 rupees വെച്ചിട്ടല്ലേ നമുക്ക് കിട്ടുന്നത് ടു ഷെയർ അപ്ലിക്കേഷൻ. എൻ്റെ കൂടെ തന്നെ നിങ്ങൾ എഴുതാം കേട്ടോ. സ്റ്റക്ക് ആണെന്നുണ്ടെങ്കിൽ മാത്രം സ്ക്രീൻ നോക്കാം. രണ്ടാമത് ജേണൽ എൻട്രി എന്താ, അപ്ലിക്കേഷൻ എമൗണ്ട് കിട്ടി. ഇവിടെ പ്രീമിയം ഉണ്ടോ? അപ്ലിക്കേഷൻ എമൗണ്ടിൽ ഒന്നുമില്ല, പ്രീമിയം ഒന്നുമില്ല. നമ്മൾ എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? രണ്ടാമത് അപ്ലിക്കേഷൻ മണി എക്സ്ട്രാ കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഇനി നമ്മൾ എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അലോട്ട്മെന്റ് ചെയ്യണം. സോ അലോട്ട്മെന്റ് ചെയ്യുന്ന സമയത്തുള്ള ജേണൽ എൻട്രി ഷെയർ application account debited to share capital account. എത്ര? 500. Done. Next എന്തുവാ? നെക്സ്റ്റ് മൂന്നാമത് ജേണൽ എൻട്രി അലോട്ട്മെന്റ് മണി ഡ്യൂ. അതാണല്ലോ. ഫസ്റ്റ് അപ്ലിക്കേഷൻ മണി റിസീവ്ഡ്, അപ്ലിക്കേഷൻ മണി വിൽ ബി ട്രാൻസ്ഫർ ടു ഷെയർ ക്യാപിറ്റൽ. രണ്ടാമത് അലോട്ട്മെന്റ് മണി ഡ്യൂ, അലോട്ട്മെന്റ് മണി റിസീവ്ഡ്. ഫസ്റ്റ് കോൾ മണി ഡ്യൂ, ഫസ്റ്റ് കോൾ മണി റിസീവ്ഡ്. ഫൈനൽ കോൾ മണി ഡ്യൂ, ഫൈനൽ കോൾ മണി റിസീവ്ഡ്. ഇതാണല്ലോ. സോ അലോട്ട്മെന്റ് മണി ഡ്യൂ. ഡ്യൂ ആണ് ജേണൽ എൻട്രി എന്താ, ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റഡ്. അലോട്ട്മെന്റ് മണി റിസീവബിൾ, റിസീവബിൾ ആയിട്ട് ഒരു അസറ്റ് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റഡ്. എത്രയാണ് നമ്പർ ഓഫ് ഷെയർസ്? 500 lakhs നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു എത്ര എമൗണ്ട് ആണ് നമുക്ക് കിട്ടേണ്ടത്? അപ്ലിക്കേഷൻ ആയിട്ട് 6 rupees കിട്ടണം. അപ്പൊ എത്ര എമൗണ്ട് വരും? 3000 lakh rupees to ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഷെയർ ക്യാപിറ്റലിലേക്ക് എത്ര എമൗണ്ട് പോകും? 500 lakhs ഇൻറ്റു ₹2. അതെന്താ സാറേ 2? അലോട്ട്മെന്റ് മണി ശരിക്കും ഷെയർ ക്യാപിറ്റലിലേക്ക് പോകേണ്ട അല്ലെങ്കിൽ കിട്ടേണ്ട എമൗണ്ട് എത്രയാണ്? 2 rupees ആണ്. അപ്പൊ ബാക്കി എമൗണ്ടോ 2. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എത്ര എമൗണ്ടാ? 500 ഇൻറ്റു ₹4 rupees പ്രീമിയം എമൗണ്ട് ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ 1000 rupees നമ്മുടെ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്ക് 2000 rupees ട്രാൻസ്ഫർ ആവും. അപ്പൊ ഫേസ് വാല്യൂവിനേക്കാളും കൂടുതൽ എമൗണ്ടിന് വേണമെങ്കിൽ നമുക്ക് പ്രീമിയം എമൗണ്ട് ഇഷ്യൂ ചെയ്യാം. സോ സെക്യൂരിറ്റി പ്രീമിയം ശരിക്കും നമ്മൾ ക്യാപിറ്റൽ എമൗണ്ട് 2 rupees ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, പ്രീമിയം എമൗണ്ട് അതിലും കൂടുതൽ വേണമെങ്കിൽ ചെയ്യാം, നോ ഇഷ്യൂ. പ്രീമിയം എമൗണ്ട് എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇനി നാലാമത്തെ ജേണൽ എൻട്രി എന്താ? അലോട്ട്മെന്റ് മണി ഡ്യൂ ആയിരുന്നു. ഇനി ബാങ്കിലേക്ക് എമൗണ്ട് കിട്ടണ്ടേ? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്. ഇവിടെ അഗെയിൻ നമ്മൾ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യോ അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ കാണിക്കുകയോ വേണോ? വേണ്ട. ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു? ആ 2 എൻട്രീസും പാസ് ചെയ്ത് കഴിഞ്ഞു. എത്ര എമൗണ്ട് നമുക്ക് ബാങ്കിലേക്ക് കിട്ടാം? 3000 rupees ആണ് നമ്മൾ ഡ്യൂ ആയിട്ട് ഉണ്ടായിരുന്നത്. സോ 3000 rupees ബാങ്കിലേക്ക് കിട്ടി. ഡൺ. നെക്സ്റ്റ് എന്താ? അലോട്ട്മെന്റ് മണി കഴിഞ്ഞു. ഇനി ഫസ്റ്റ് കോൾ ഷെയർ ഫസ്റ്റ് കോളിന്റെ ഡ്യൂ, പിന്നെ സെക്കൻഡ് കോൾ എമൗണ്ട് റിസീവ് ചെയ്യുക. സെക്കൻഡ് കോൾ അല്ലെങ്കിൽ ഫൈനൽ കോളിന്റെ എമൗണ്ട് ഡ്യൂ, പിന്നെ എമൗണ്ട് റിസീവ് ചെയ്യുക. സോ ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഷെയർ ഫസ്റ്റ് കോൾ ഇക്വലി ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. എത്ര എമൗണ്ടാ? 500 lakhs നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു എത്രയാണ് വരുന്നത്? ഫസ്റ്റ് കോള് 3 rupees ആണ് ഫസ്റ്റ് കോളിലേക്ക് വരുന്നത്. ഇൻറ്റു 1500 lakhs.
ഇനി എമൗണ്ട് ബാങ്കിലേക്ക് റിസീവ് ചെയ്യണം. റിസീവ് ചെയ്യുന്ന ജനറൽ എൻട്രി എന്താ? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഷെയർ. നമ്മൾ നേരത്തെ റിസീവബിൾ എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഷെയർ ഫസ്റ്റ് കോൾ റിസീവബിൾ എമൗണ്ട് ആയ 1500, നമുക്ക് ആ എമൗണ്ട് ഇപ്പൊ കിട്ടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ടു ഷെയർ ഫസ്റ്റ് കോൾ. ഇനി ആ എമൗണ്ട് നമുക്ക് ഇല്ല, റിസീവബിൾ ആയി. ഫസ്റ്റ് കോൾ അക്കൗണ്ട് 1500 ബാങ്കിലേക്ക് കിട്ടി. നെക്സ്റ്റ് ജനറൽ എൻട്രി എന്താ? ഫൈനൽ കോൾ ഡ്യൂ. ഫൈനൽ കോളിന്റെ ജനറൽ എൻട്രി ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഷെയർ ക്യാപിറ്റലിലേക്കാണ് നമ്മൾ ഡ്യൂ എമൗണ്ട് നോർമലി കാണിക്കുന്നത്. 500 lakhs നമ്പർ ഓഫ് ഷെയർസ് ആണ്. പക്ഷെ എത്ര എമൗണ്ടാ? നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രീമിയം എമൗണ്ട് മൈനസ് ചെയ്തിട്ട് ബാക്കി എത്ര എമൗണ്ടാന്ന് പറഞ്ഞത്? 4 rupees. സോ 4 rupees ആയിരിക്കും ഫൈനൽ കോളിലേക്ക് വരേണ്ട എമൗണ്ട്. 500 into 4 എത്രയാ? 2000 ആണ് നമുക്ക് ഫൈനൽ കോൾ ആയിട്ട് കിട്ടുന്നത്. ഇനി എട്ടാമത്തെ ജനറൽ എൻട്രി എന്താ? ബാങ്കിലേക്ക് ഫൈനൽ കോളിന്റെ എമൗണ്ട് കിട്ടുന്നു. സോ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട്. എത്ര എമൗണ്ടാ? 2000. ഡൺ. ഓക്കെ, ഇനി ഞാൻ പറയട്ടെ, നമ്മൾ മൊത്തം ഈ ഷെയറിന്റെ വാല്യൂ എത്രയാ? 10 രൂപ. അതേപോലെ തന്നെ 4 rupees പ്രീമിയം എമൗണ്ട് അടക്കട്ടെ. സോ 10 രൂപ നമ്മൾ വെച്ച് നോക്കുമ്പോൾ മൊത്തം നമ്പർ ഓഫ് ഷെയർസ് എത്രയാ? 500 lakh നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ₹10. എത്ര വരും? 5000 lakh rupees ആയിരിക്കും നമുക്ക് മൊത്തം ക്യാപിറ്റലിലേക്ക് വരേണ്ട ബാലൻസ്. ഇനി നമുക്ക് മൊത്തം ഷെയർ ക്യാപിറ്റലിന്റെ എമൗണ്ട് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഷെയർ അപ്ലിക്കേഷൻ എമൗണ്ട് ഫസ്റ്റത്തെ നമുക്ക് ഷെയർ അപ്ലിക്കേഷൻ എമൗണ്ട് ആയിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് 500 ഒന്ന്. പിന്നെ അലോട്ട്മെന്റ് മണി ആയിട്ട് നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റി 2, 1500 ആയ. പിന്നെ ഫസ്റ്റ് കോൾ ഡ്യൂ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 1500 മാറ്റി. അപ്പൊ എത്രയായി? 3000 ആയി. ഇനി ഫൈനൽ കോളിന്റെ സമയത്ത് നമ്മൾ എത്ര ആയിട്ട്? 2000. സോ 2000, 1500, 1000, 500 മൊത്തം എത്ര? 5000. മനസ്സിലായോ? സോ നമ്മൾ ഇൻഡിവിജ്വലി അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ബേസിസ് ആയിട്ട് 10 രൂപേനെ കളക്ട് ചെയ്തു. എങ്ങനെ? കട്ടായിട്ട്. പിന്നെ 4 rupees ആയിരുന്നു നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? പ്രീമിയം എമൗണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. സോ 4 rupees into 500 എത്രയാ? 2000 ആണ് പ്രീമിയം എമൗണ്ട്. ഈ പ്രീമിയം എമൗണ്ട് വിൽ ബി ട്രാൻസ്ഫർ ടു വിച്ച് അക്കൗണ്ട്? സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. നമ്മൾ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് നോക്കിയാൽ എത്ര മനസ്സിലാവും? ഇവിടെ ഇതോ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് 2000. 200 എന്ന് കയറിയ നിങ്ങൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ? നോട്ട് ചെയ്തില്ല. 2000. ഓക്കെ അല്ലേ? സോ ഇത്രയും നമ്പർ ഓഫ് ഷെയർസ് അല്ലെങ്കിൽ ഇത്രയും എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് വരാം. സോ നത്തിങ് ബട്ട് ലംസം പോലെ തന്നെയാണ് ഇൻസ്റ്റാൾമെന്റ്. പക്ഷെ ഓരോ എമൗണ്ട് നമുക്ക് കട്ടായിട്ട് കിട്ടുന്നത് മാത്രം. ഓക്കെ, ഡൺ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇലസ്ട്രേഷൻ നമ്പർ 4 കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ക്യാഷ് ബുക്കാണ് കൊടുത്തിട്ടുള്ളത്. ജേണൽ എൻട്രീസ് കംപ്ലീറ്റ്ലി കൊടുക്കുന്നതിന് പകരം ബാങ്ക് വരുന്ന സ്ഥലത്ത് മൊത്തം ഇവർ എന്ത് ചെയ്തു? ക്യാഷ് ബുക്കിന് ജേണൽ എൻട്രീസ് ചെയ്തു. ഇത് അപ്ലിക്കേഷൻ മണി ബാങ്കിലേക്ക് കിട്ടി 500 എഴുതി. അലോട്ട്മെന്റ് മണി 3000 കിട്ടി, അത് ബാങ്കിലേക്ക് എഴുതി, അത് ക്യാഷ് ബുക്കിൽ എഴുതി. ഫസ്റ്റ് കോൾ വന്നു 1500 നമ്മൾ കാണിച്ചു. ഫൈനൽ കോൾ 2000 കിട്ടി, അത് അവിടെ കാണിച്ചു. സോ മൊത്തം എമൗണ്ട് എത്രയാണോ ബാങ്കിലേക്ക് വന്ന് ആ എമൗണ്ട് അവിടെ കാണിച്ചതേ ഉള്ളൂ. പിന്നെ ബാങ്ക് വരാത്ത ഡീറ്റെയിൽസ് ജേണൽ എൻട്രീസ് ആയിട്ടും കൊടുത്തു. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, വേറെ അതിൽ ഡിഫറൻസും കാര്യങ്ങളൊന്നും ഇല്ല. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കോൾസ് ഇൻ അരിയേഴ്സും കോൾസ് ഇൻ അഡ്വാൻസും അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് നോട്ട്സ്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് അത് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ലെക്ചറിൽ കാണാം. ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ലെക്ചർ. നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോസ് കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്രണ്ട്സിനും മറ്റൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കമന്റ് കാര്യങ്ങളൊക്കെ അറിയിക്കുക. അടിപൊളിയായിട്ട് നമുക്ക് നെക്സ്റ്റ് ലെക്ചറിൽ നല്ല ഉഷാറോട് കൂടി തന്നെ എന്ത് ചെയ്യാം? കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.